അവനവന്റേത് മാത്രം എന്ന് പറയാൻ ഈ ഭൂമിയിൽ ഇത്രയധികം അധികാരവും അവകാശവും നിയന്ത്രണവും ശക്തികളുള്ള സാധനമല്ലേ നമ്മൾ സ്വന്തം തടി. ഇതിന്റെ മുകളിൽ അത്ര നിയന്ത്രണം ഭൂമിയിൽ ഒരു സാധനത്തിനോട് ഉണ്ടാവില്ലല്ലോ അല്ലെ. കൈ മടക്കി നിർത്താൻ എടുത്തിരിക്കുന്ന ആൾ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ. കാലം നീട്ടാനൊന്നും ആരാൻ അനുവാദം, പുറം ചൊറിയാൻ, മുഖം തുറക്കാനൊന്നും വേറൊരാളുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളൊക്കെ നമ്മുടെ സ്വന്തം ശരീരത്തിനോട് സമ്പൂർണ്ണ നിയന്ത്രണമുള്ള ആൾക്കാരാണ്. എന്തൊക്കെ മനുഷ്യന്മാരെ കിടന്നുപോയാലുള്ള അവസ്ഥ. നിങ്ങളെ മുറിയിലിരിക്കുന്നവരെ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരാണ് കിടന്നുപോയ മനുഷ്യന്മാർ അല്ലെ. ഒന്നുകിൽ ആരോഗ്യ മേഖലയിലുള്ള വിദ്യാഭ്യാസത്തിന് വന്ന അന്ന് മുതൽ, അതല്ലെങ്കിൽ പിന്നെ ഇവിടെ ജോലിക്ക് ജോയിൻ ചെയ്ത അന്ന് മുതൽ, എന്ന് മുതലോ കിടന്നുപോയ മനുഷ്യന്മാരെ നിങ്ങൾ ദിവസം കാണാറില്ല. 4 മുറി ചുമരിൽ, ചുമരിനോട് ചേർത്തിട്ട കട്ടിലിൽ മരണം വരെ കിടക്കേണ്ടി വരുന്ന നിരവധി മനുഷ്യന്മാർ ആശുപത്രിക്കുള്ളിലും വീടുകൾക്കുള്ളിലോ കണ്ടല്ലോ. എന്തെങ്കിലും കിടന്നുപോയ സ്ഥിതി. ഞാനേ ഈ പിന്നെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ കിടപ്പിലായ രോഗിന്റെ വീട് പണി പകുതിയായി നിൽക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ അവിടെ 2-3 പെൺകുട്ടികളെ കെട്ടിച്ച് വിടാനുണ്ടോ, അതല്ലെങ്കിൽ അവർക്ക് പിന്നെ ബാങ്കിൽ കുറെ ലക്ഷക്കണക്കിന് റുപ്യയുടെ കട ഉണ്ടോ, അതല്ലെങ്കിൽ അവിടെ പിന്നെ അവരുടെ വീട് ജപ്തിക്ക് വെച്ചതാണോ, ഇതൊന്നല്ല ഞാൻ ചോദിച്ചത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനെപ്പറ്റി ഒന്നും ഞാൻ അന്വേഷിച്ചില്ല. ഈ കിടപ്പിലായ മനുഷ്യനും തലമുടി മുതൽ കാൽനകം വരെ ഒരു ദേഹം ഉണ്ടാവുമല്ലോ അല്ലെ. ആ തടി തന്നെ എനിക്കുള്ളത്, അത് തന്നെ എന്നൊക്കെയുള്ളത് അല്ലെ. ഈ പറഞ്ഞ സാധനം തന്നെയാണ് ഓരോരാളെ കയ്യിലുള്ളത്. എന്തെങ്കിലും കിടന്നുപോയ ഈ തടിന്റെ അവസ്ഥ. ഓരോ മിനിറ്റില്, ഓരോ സെക്കൻഡിൽ, ഓരോ മണിക്കൂറില് സമയാസമയങ്ങളിൽ നേടിയെടുക്കേണ്ട ദൈനംദിന ശാരീരിക ശുചിത്വ വൃത്തി കാര്യങ്ങളുണ്ടല്ലോ ഈ തടീന്റെ മുകളിൽ അല്ലെ. പല്ല് തേക്കാൻ, കുളിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, മൂത്രമൊഴിക്കാൻ, ചെരിഞ്ഞും മറിഞ്ഞ് കിടക്കാൻ, മുഖം തുടക്കാൻ, വായ കുറിഞ്ഞുപ്പാൻ, നാവ് കടിക്കാൻ, എന്തിനെ കാലുമ കഴിച്ച കൊതുവിനാട്ടണമെങ്കിൽ, അല്ലെങ്കിൽ മുഖത്ത് വന്ന് കുത്തിരിക്കുന്ന അവരുടെ വേസ്റ്റിലേക്ക് വന്നിരിക്കുന്ന ഈച്ച മൊത്തം നിൽക്കും, അതിനെ കുത്തിരിക്കുന്ന ആ ഈച്ചേനെ ആട്ടണമെങ്കിൽ വേറെ ആരെങ്കിലും ഒരാള്, ആ പുരയിലുള്ള വീട് വേറെ ആരെങ്കിലും ഒരാള് അല്ലെ, അയാളെ പണിത്തിരക്ക് കഴിഞ്ഞ് 2 കൈ ഒഴിവായി വരുന്നവരെ 4 മുറി ചുമരിൽ, ചുമരിനോട് ചേർത്തിട്ട കട്ടിലിൽ മരണം വരെ ഈ സാധനം പണയം വെച്ചു. മരണം വരെ. സാധാരണ ഞങ്ങൾ എന്താ പറയാറ്, ആജീവനാന്ത പണയം എന്നാ പറയാ. ജീവിതകാലം മുഴുവൻ തടി പണയം വെക്കുക. ഈ ബാങ്കിൽ കൊണ്ടുപോയി ആധാരമൊക്കെ പണയം വെച്ച് നമ്മൾ ലോണൊക്കെ എടുക്കും, അതൊക്കെ താൽക്കാലിക പണയാ. ആ ലോൺ അടച്ചു വിട്ടിയാൽ ആധാരം തിരിച്ചു വരും. ഇതങ്ങനെയല്ല. സൂക്കട് വന്ന് 4 മുറി ചുമരിൽ, ചുമരിനോട് ചേർത്തിട്ട കട്ടിലിൽ മരണം വരെ ദേഹം പണയം വെക്കേണ്ടി വന്നാൽ അത് ആജീവനാന്തം പണയമായി പോകും. അവിടുന്ന് കൊണ്ട് നീതി പോരലൊന്നും നടക്കില്ല. ഓരോ ദിവസത്തിലും, ഓരോ മിനിറ്റിലും, ഓരോ മണിക്കൂറിലും, ഓരോ സെക്കൻഡുകളിലും മനുഷ്യന്റെ ശരീരത്തിന് നേടിയെടുക്കേണ്ട ചെറു ദൈനംദിന ശുചിത്വ കാര്യങ്ങൾ വരെ നേടിയെടുക്കാൻ മറ്റൊരുത്തന്റെ പണിത്തിരക്ക് കഴിഞ്ഞ് കൈ ഒഴിവായി വരുന്നവരെ കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിലും വലിയ നരകം നമ്മുടെ നാട്ടിൽ മനുഷ്യരുണ്ടോ? നിങ്ങൾ ആലോചിച്ചു. ഞാൻ ഈ രാജ്യത്തിൽ നിന്നുമല്ല, നമ്മുടെ സ്വന്തം കേരളം, നമ്മുടെ സ്വന്തം സംസ്ഥാനത്തില് ഇതിലും വലിയ നരകം മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. ഇല്ലല്ലോ. നമ്മളെ കേരളത്തിലെ യുദ്ധമൊന്നും നടക്കുന്നില്ലല്ലോ, അഗ്നിപർവ്വതം പൊട്ടുന്നില്ല, വലിയ കലാപങ്ങളൊന്നും നടക്കുന്നില്ല, ഒന്നും നടക്കില്ല. 100 കൊല്ലത്തിന്റെ ശേഷം കഴിഞ്ഞൊരു വെള്ളപ്പൊക്കം തന്നെ. അത് ഒരു ലൈനില്ല നമ്മുടെ നാട്ടിൽ ആരും റോഡിൽ കിടന്ന് പട്ടിണി കിടന്ന് ചാവുന്നൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണമൊക്കെ വാങ്ങി കൊടുക്കും. അമ്മാര് ഭയങ്കര ദാരിദ്ര്യം നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്താ പറയുക, മനുഷ്യന്റെ കാര്യം കിടപ്പിലേക്ക് പോവാ, സൂക്കേട് വന്ന് കിടപ്പിലേക്ക് പോവാ. പ്രശ്നമല്ലേ? പ്രശ്നമാണോ? പ്രശ്നമല്ലേ? ഞാൻ വിട്ട് എങ്ങനെയുണ്ട് ഇന്നത്തെ കുടി? ഞാൻ കുടിയിലേക്ക് തിരിച്ചതാണ്. ഞങ്ങളോട് ഗൗരവമുള്ള കാര്യം പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങൾ ഈ ഡ്യൂട്ടി കഴിഞ്ഞിട്ടും പഠനമൊക്കെ കഴിഞ്ഞിട്ടും അവരോട് കുറച്ച് എനർജിയൊക്കെ കുറഞ്ഞല്ലോ ഒരു സമയം, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം ഞാൻ വളരെ ഗൗരവമുള്ള പറഞ്ഞിട്ട് അങ്ങോട്ട് എത്തൂല. അല്ല, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കുടി? ഞാനിത് കഴിഞ്ഞ വെള്ളിയാഴ്ച മൂത്രമൊഴിച്ചതോ ശനിയാഴ്ച കുറഞ്ഞറിഞ്ഞ കണക്കൊന്നല്ലേ ചോദിച്ചേ. ഞാനൊക്കെ ഇന്ന് രാവിലെ നേരം വരുന്നതിന് ശേഷം ഈ 3 മണിക്കിടയിൽ ഒരു കുളി എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. അതിന്റെ കണക്കാ ചോദിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കുളി? മറന്നുപോയോ അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടോ? ഓർമ്മ ഉണ്ട്. മോശം കുളിയായിരുന്നു അല്ല നല്ല കുളിയായിരുന്നു? ഇങ്ങനെ എന്റെ നാട്ടിലെ 2 ആഴ്ച കൂടുമ്പോ കുളിക്കുന്ന ഒരു ബാബുവേട്ടൻ. എന്റെ നാട്ടിലെ ബാബുവേട്ടൻ 2 ആഴ്ച കൂടുമ്പോ കുളിക്കാൻ ചാൻസ് കിട്ടാറുള്ളൂ. ബാബുവേട്ടൻ എന്റെ നാട്ടിൽ ആശാരി പണിക്കാരനായിരുന്നു, കാർപ്പന്റർ.
പേരപ്പുറത്ത് കുത്തിരുന്ന് ഇങ്ങനെ പട്ടിയും കൈക്കോലൊക്കെ അടിച്ച് ആശാരിപ്പണി എടുക്കുന്നതിനിടയിൽ മൂപ്പര് ഇരുന്ന പട്ടിയെ പൊട്ടിയിട്ട് താഴത്തേക്ക് വീണുട്ടാ. വീണ വീഴ്ചയിൽ ഈ കഴുത്തിന്റെ വള്ളി കുത്തിയിട്ടാ വീണത്. അപ്പ പൊട്ടിപ്പോയി. ഇതിന്റെ ഉള്ളിൽ കൂടെയാണല്ലോ ആ പ്രധാനപ്പെട്ട കറണ്ട് കൊണ്ടുവന്ന കമ്പി പോകുന്നത് അല്ലെ. സ്പൈനൽ കോഡ്, സുഷുമ്നാ നാഡി, ഇതാ വണ്ണം ഉണ്ടാവും, ചെറുവിരൽ വണ്ണം. തലച്ചോറിൽ നിന്ന് ശരീരം പ്രവർത്തിക്കാനുള്ള മുഴുവൻ വൈദ്യുതിയും കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഞരമ്പ് ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. ആ വീഴ്ചയിൽ അതാ പൊട്ടി 2 കഷ്ണമായി പോയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മൂപ്പര് 3 മാസം കിടന്നു. ആ 3 മാസത്തെ കിടത്തം കൊണ്ട് 2 തരം ഓപ്പറേഷൻ നടത്തി നോക്കി. സമ്പൂർണ്ണമായിട്ടും പരാജയമായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് മൂപ്പരെ ഡിസ്ചാർജ് ചെയ്ത് പുറക്കുണ്ടായി. ഇപ്പൊ 4.5 കൊല്ലമായിട്ട് മൂപ്പര് പെരയിലാണ് കിടക്കുന്നത്. വീട്ടില് മൂപ്പർക്ക് ഭാര്യ മാത്രമേ ഉള്ളൂ. കല്യാണം കഴിച്ചിട്ട് നിങ്ങളെ പോലെ ഒന്നും മക്കളൊന്നും ഉണ്ടായില്ല മൂപ്പർക്ക്. മക്കളില്ലാത്ത ദമ്പതികളാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ 2 ആഴ്ച കൂടുമ്പോ, 10 ദിവസം കൂടുമ്പോ, 15 ദിവസം കൂടുമ്പോ ബാബുവേട്ടനെ കാണാൻ വേണ്ടി കയറി ചെല്ലും. ഇതിനാണ് ബാബുവേട്ടനെ കാണാൻ വേണ്ടി കയറി ചെല്ലുന്നത്. ഈ കിടക്കണ കട്ടിലുണ്ടല്ലോ, ഈ കട്ടിൽ പിടിച്ചിട്ട് കെട്ടിന്റെ അകത്തുണ്ടാക്കാൻ ഒരാള് പിടിച്ചാലും മനുഷ്യന്മാരെ കട്ടിൽ പൊന്തൂല. കാരണം ബാബുവേട്ടനെ 64 വയസ്സുകൊണ്ട് 86 കിലോ തടിത്തൂക്കുണ്ട്. പെരുത്ത മനുഷ്യനാണ്. ഈ കട്ടില് കെട്ടിന്റെ കത്തണെങ്കിൽ 5-6 ആള് വേണം. ഈ കട്ടിലെടുത്ത് കെട്ടിന്റെ കത്താണ് കൊണ്ടുവച്ച് കെറ്റിൽ തൊട്ടിട്ട് വെള്ളം കൊണ്ട് വെച്ച് തലവഴി താഴോട്ട് ഒരു 5-8 ബക്കറ്റ് നല്ല തണുത്ത വെള്ളം മുക്കി പറഞ്ഞ് നല്ല വാസന സോപ്പെടുത്ത് ഇങ്ങനെ തേച്ച് പതപ്പിച്ച് കുളിപ്പിച്ച് വെളുപ്പിച്ച് കൊണ്ടിരുന്നു ബാബുവേട്ടനെ. ഇതൊരു സന്തോഷം ഇറങ്ങി. എന്തൊരു ചിരിയാണ്. ചെറിയ ചിരിയൊന്നല്ല, ഉറക്കെ ചിരി. ഞാനേ എനിക്കാകെ 49 വയസ്സ് പ്രായമെടുത്തു. എന്റെ ആയുസിൽ ഞാൻ കണ്ടില്ല ഒരാളിങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് കുളിക്കുമ്പോ. ചില മക്കളൊക്കെ കുളിക്കുമ്പോ ചിരിക്കും നമ്മൾ കാണാറുണ്ടാവും. ഇതങ്ങനെയല്ല, ഒരു പെരുത്ത മനുഷ്യൻ. അയലക്കത്തൊക്കെ കേൾക്കും ചിരി. ഈ ചിരി കേട്ടാ മനസ്സിലാവും അവരുടെ കുളി തുടങ്ങിയിരിക്കുന്നു. ചിരി മാത്രമല്ല മനുഷ്യന്മാരെ, ഒരു കുളി കഴിഞ്ഞാല് മുമ്പ് ഒരു സമ്മാനം തരും. എനിക്ക് തോന്നുന്നു ഭൂമി ദുനിയാവിലെ ഏറ്റവും വലിയ സമ്മാനം അതാണ്. ഞാൻ ആരോടും ഇന്ത്യ ആയുസിൽ ഇതിലും വലിയ സമ്മാനം വാങ്ങിയില്ല. എന്താ പറയുക സമ്മാനം? ഈ കുളിപ്പിക്കാൻ കൂടിയവർക്കൊക്കെ കൈപ്പത്തിയിൽ ഒരു മുത്തം. അതാ മൂപ്പര് സമ്മാനം. അതേ മൂപ്പര് കൈ കൊടുക്കാവുള്ളൂ. കയ്യെ പിടിച്ചു വാങ്ങി മൊത്തമാക്കാൻ ഈ ജർമ്മന്റെ നാട്ടിലോ അവിടെ കൊണ്ടാവൂല. കാരണം മൂപ്പര് കോട്ടപ്ലേസ് ചെയ്യാണ്. കഴുത്തിന് താഴോട്ട് തളർന്നു പോയ മനുഷ്യനാ. അപ്പൊ കയ്യെ മുഖത്തേക്ക് അങ്ങോട്ട് ക്ഷണിക്കുകയ്യ. എന്നിട്ട് അതിലൊരു മുത്തം വെച്ച്. ഇതിനാരാ മുത്തം വെക്കണേ? മുത്തം വെക്കണേ? പിന്നെ ഒരു യാചനയാണ്. മക്കളെ വിളിക്കുക എല്ലാരും. മക്കളെ നിങ്ങൾ 10 ദിവസം കഴിഞ്ഞാൽ ഒന്നുകൂടി വരുവാടാ. മക്കളെ നിങ്ങൾ 15 ദിവസം കഴിഞ്ഞാൽ ഒന്നുകൂടി വരുവാടാ. നിങ്ങൾ 5-6 ആള് വന്നിട്ട് ഇന്നെ കാട്ടിലടക്കെടുത്തിട്ട് കെട്ടിനൊക്കെ താഴെ കൊണ്ടുവച്ച് കെറ്റില് തൊട്ടിട്ട് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ മുക്കിപ്പാർന്ന് തേച്ച് പതപ്പിച്ച് കുളിപ്പിച്ച് വരുമ്പോണ്ടല്ലോ, ഞാനിങ്ങനെ മലന്ന് കിടന്നുകൊണ്ടേ അപ്പുറത്തെ പ്ലാവെന്ന് പൗത്ത പ്ലാവിലെ തൊയ്യുന്നതും പൂമ്പാറ്റയും കിളിയും പറന്നു പോകുന്നതും ഇതൊക്കെ കൂടി കണ്ടുകൊണ്ട് കിട്ടുന്ന കുളിണ്ടല്ലേ ചെങ്ങൈമാരെ. അയക്കൂട്ട് ഒറ്റ കുളി, ഒരു കുളി കിട്ടിയാൽ മതിയടാ എനിക്ക് 3 ദിവസം സുഖമായിട്ട് കിടന്നുറങ്ങാൻ. ഇതിനാ തമക്കുന്നത്. ഓരോ കുളി കിട്ടുമ്പോ പപ്പട്ടൻ എന്താ പറയാലോ, ഈ ആഴ്ചത്തെ ലോട്ടറി അടിച്ചിട്ടാ. കുളിക്ക് മുമ്പിലത്തെ പേരിൽ ലോട്ടറി. എന്താണ് എന്റെ നാട്ടിലെ ബാബുവേട്ടന്റെ ലോട്ടറി? അല്ല മനുഷ്യന്മാരെ, ഇന്ന് രാവിലെ നേരം വെളുത്തതിന്റെ ഈ പറഞ്ഞ കുളി ലോട്ടറി ഒന്നും എനിക്കും നോക്കൊക്കെ അടിച്ചിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ഇങ്ങനെ ഉണ്ടായിരുന്നൊക്കെ കുളി മോശം. ഓരോരുത്തന്റെ കൈസഹായം വേണ്ടിയിരുന്നു കുളിക്കാൻ. ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റലിൽ, വീട്ടിലാണെങ്കിൽ വീട്ടിൽ അല്ലെ. കയറി ബാത്റൂമിൽ കയറി കുറ്റിട്ട് 2 വട്ടം ഉറപ്പ് വരുത്തി ബക്കറ്റ് നിറച്ചും വെള്ളം പിടിച്ചു വെച്ച് തുറന്നാ മഴ പെയ്യുന്ന ഷവർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഷവറിന്റെ മുന്നിലോട്ട് നിന്ന് നല്ലപോലെ മേല് വെള്ളം വീഴ്ത്തി വസ്ത്രങ്ങളൊക്കെ ഊരി മാറ്റി വെച്ച് നല്ലപോലെ മേല് വെള്ളം വീഴ്ത്തി എനിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ബ്രാൻഡ് വാസന സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. ആ സോപ്പ് മേലെ പോട്ടിയില്ലേ പതപ്പിച്ച് കുളിപ്പിച്ച് വെളുപ്പിച്ച് നല്ല ചന്തത്തിൽ തുണി കുപ്പായൊക്കെ മാറ്റി സെന്റോ അത്തറോ സ്പ്രേയോ എന്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കളോ ഉപയോഗിക്കുന്ന വെച്ചാൽ അതൊക്കെ പൂശി നല്ല കുളത്തിൽ ചൊങ്കില് ചൊറുക്കിലായി നമ്മള് രാവിലെ പെരക്കെന്ന് പുറത്തിറങ്ങ. ഒരു വൃത്തിയോടുമില്ല കാണേ. ഈ കുളി ഉണ്ടല്ല, ഇന്ന് ഞാനും നിങ്ങളൊക്കെ തേടിയെടുത്ത കുളി ഉണ്ടല്ലോ, ഈ കുളി കിട്ടാനേ നിങ്ങൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഈ പ്രദേശത്ത് ഈ മുനിസിപ്പാലിറ്റിയിലെ 33 വാർഡുകൾക്കിടയിൽ ഏതൊക്കെ വീട്ടില് ഇപ്പണ്ട് ആളുകാവല് കിടക്കുന്നു. നമുക്ക് ഉറപ്പുണ്ട് നിങ്ങളെ പഞ്ചായത്തിൽ എല്ലാവരും ഒന്ന് വിളിച്ചിരിക്കണെന്നോ?
100 മുതൽ 300 വരെ ആൾക്കാർ വീട്ടിൻ്റെ ഉള്ളിലാണ്. കേരളത്തിൽ ഓരോ 25,000 ജനസംഖ്യക്കിടയിലും ഓരോ ഗ്രാമപഞ്ചായത്തുകൾക്കിടയിലും 100 മുതൽ 300 വരെ ആൾക്കാർ വീട്ടിൻ്റെ ഉള്ളിലാണ്. ഒന്നുകിൽ വീട്ടിൻ്റെ ഉള്ളിൽ ആ കിടക്കിന്റെ മുകളിൽ കിടന്നുപോയ ആളാണ്, അല്ലെങ്കിൽ ആ കിടക്കയിൽ ഇരുന്ന് പോയ ആളാണ്, അല്ലെങ്കിൽ വട്ടികുത്തിയും ചുമര് പിടിച്ചും വീട് തടവറയ്ക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ വീട് തടവറയ്ക്കുള്ളിൽ അകപ്പെട്ട് പോയ ആളാ. ആരെയും കുത്തിക്കൊന്നിട്ടോ പിടിച്ചു പറിച്ചിട്ടോ തെറ്റ് ചെയ്തിട്ടോ തടവറയ്ക്കുള്ളിലായി പോയതല്ല. അപ്രതീക്ഷിതമായ സമയത്ത് ദേഹത്തേക്ക് പാഞ്ഞു കയറി വന്ന മാറാത്ത ദീർഘകാല നിത്യ രോഗങ്ങൾ കാരണം വീട്ടിലകപ്പെട്ടു പോയ മനുഷ്യന്മാരാണ്. ഉറപ്പുണ്ട് നിങ്ങളെ വാർഡില് കിടപ്പിലായ, നിങ്ങൾ ജീവിക്കുന്ന വാർഡിൽ, ആശുപത്രിന്റെ വാർഡല്ല, നിങ്ങൾ ജീവിക്കുന്ന നാട്ടിലെ പഞ്ചായത്തിലെ വാർഡില് കിടപ്പിലായ സകല മനുഷ്യനൊന്ന് കുളിച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആരെങ്കിലും ഒന്ന് ഒരു തൊട്ടി വെള്ളം മുക്കി ഒന്ന് നനപ്പിച്ച് തുടപ്പിച്ചെന്നാ മതിയെ, ഒന്ന് കുളിപ്പിച്ചെന്നാ മതി എന്നൊക്കെ വിചാരിച്ച് കാവല് കിടക്കുന്ന സാധുക്കളുള്ള നാട്ടിലാണ് ഞാനും നിങ്ങളൊക്കെ ഈ ചന്തത്തിലും മെനയിലും ചൊക്കിലും ചൊറുക്കിലും ഒക്കെ തുണിയും കുപ്പായും മാറ്റി രാവും പകലും ഇല്ലാണ്ട് ഭൂമിയിൽ ഓടി നടക്കുന്നേ. കുളിക്ക് കാവല് കിടക്കുന്ന സാധുള്ള നാടാ നമ്മളെ നാട്. അറിയാമെങ്കിൽ കുളിക്കാണ് ആള് താഴെ ഫ്ലോറിൽ കാവല് കിടക്കണേ. സാധനണ്ടല്ലോ മുതല് ഇത് വീണാ പോയി. വെറുതെ പറയാ ഉഷാറാന്നുള്ള വർത്താനൊക്കെ വെറും വർത്താനാ. ആരോഗ്യമുള്ളപ്പോഴും ഓടി നടക്കുമ്പോഴും കരുത്തുള്ളപ്പോഴും കൈക്കരുത്തുള്ളപ്പോഴും അധികാരവും അവകാശവും നിയന്ത്രണവും ശക്തിയും ഒക്കെ സ്വന്തം ദേഹത്തുള്ളപ്പോ മാത്രമേ ദേഹം കൊണ്ട് വെച്ചുള്ളൂ. അത് നഷ്ടപ്പെട്ടു പോയാൽ ഈ സാധനം ആജീവനാന്ത ഭാരമായി പോകും. വീണാ തീർന്ന പരിപാടി. കുളിക്കാൻ ആളെ കാത്തു കിടക്കുന്നത് പ്രശ്നമാണോ? പ്രശ്നമല്ലേ? അല്ല, നിങ്ങളെല്ലാവരും ഒന്ന് കക്കൂസ് പോയോ? എന്തെങ്കിലും ചിരിച്ചാൽ ഇവിടെ നേഴ്സല്ലേ, ഇവിടെ ജോലി ചെയ്യുന്നയാളല്ലേ, കക്കൂസ് പോയി വെച്ചിട്ടുണ്ടെങ്കിൽ ചിരി എന്തെങ്കിലും ചിരിച്ച് കുറെ ആൾക്കാർ ചിരിച്ചല്ലേ കക്കൂസ് പോയി വെച്ചപ്പോ. മോശം പരിപാടിയാണ് കക്കൂസ് പോയി ആണോ? മോശം പരിപാടിയാണോ കക്കൂസ് പോയി? അങ്ങനെ അഭിപ്രായം ഉണ്ടോ? അല്ല, മോശം പരിപാടിയാണോ? നിർത്തിയോ? ധൈര്യം ഉണ്ടോ? അവിടെ ഈ റൂമിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ ഒരാഴ്ചത്തേക്ക് ശോധന നിർത്തി വെക്കാൻ? നിങ്ങൾക്ക് മരുന്നൊക്കെ നിശ്ചയുണ്ടാവും. ഞാൻ എഴുതിത്തരാം. എനിക്ക് 10-25 കൊല്ലമായല്ലോ, അത്യാവശ്യം നിശ്ചയുണ്ടാവും. ഞാനൊരു 2 ഗുളിക എഴുതിത്തരാം. 2 ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ മതി. ഒരാഴ്ചത്തേക്ക് കോൺസ്റ്റിപ്പേഷൻ സാധിക്കുമോ? നിർത്തിച്ചു ഒരാഴ്ചത്തേക്ക് ശോധന കഴിയുമോ? നിങ്ങൾ പാലിയേറ്റീവ് വണ്ടി ഇങ്ങനെ ഓടുന്നുണ്ടല്ലേ? 2250 വണ്ടി ഓടുന്നുണ്ട് കേരളത്തിൽ. 1-2 തലക്കന തലക്കന ഓടുന്ന 2250 വണ്ടി ഓടുന്ന സംസ്ഥാനമാണ് കേരളം. ഈ 1800 പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ കയ്യിൽ 2250 വാഹനം ഉണ്ട്. ഇങ്ങനെ തലങ്ങനെ 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 ഓടുന്നത്. ഇവിടെ തന്നെ വളാഞ്ചേരി ക്ലിനിക്കിന് 3 വണ്ടിയാണ്, 2 വണ്ടിയോ 3 വണ്ടിയായിട്ട് ഓടുന്നുണ്ട് തലങ്ങനെ തലങ്ങനെ. ഈ ഓടുന്ന വണ്ടി നമ്മുടെ നാട്ടിലുള്ള പല പുരമുറ്റം തേടി ചെല്ലും. വണ്ടി ആ പുര തേടി ചെല്ലുന്നതിന്റെ കാരണം എന്താ അറിയോ? ആ വീട്ടിലൊരാൾ കിടന്നു പോയിക്കുന്നത്, അതുകൊണ്ട് ആ വണ്ടി തേടി ചെല്ലുന്നത്. വണ്ടി ഇവിടെ തേടി ചെല്ലുമ്പോ ഈ വണ്ടിയിൽ 2 മുഴുവൻ സമയ യാത്രക്കാരാണുള്ളത്. ഒന്ന് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറും, രണ്ടാമത്തെ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണുള്ളത് നേഴ്സ്. 2 ആളാണ് വണ്ടിയിലെ സ്ഥിര യാത്രക്കാർ. പിന്നെ നാട്ടുകാരും വോളണ്ടിയേഴ്സും ഒക്കെ മാറി മാറി കയറി ഇറങ്ങി പോകുന്ന ആൾക്കാരാണ്. ഡോക്ടറും വല്ലപ്പോഴും ഒക്കെ വന്ന് ഇടയ്ക്കൊക്കെ വന്ന് പോകും, ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ വന്ന് പോകും. സ്ഥിരമൊന്നുമില്ല. സ്ഥിര യാത്രക്കാരൻ നേഴ്സാണ്. വണ്ടി എവിടെ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ വണ്ടി 4 നേഴ്സ് പുറത്തിറങ്ങും. കമ്മ്യൂണിറ്റി നേഴ്സ് നമ്മൾ പറയാറ്, വീടുകളിൽ പോയി തലയിറ്റിക്കൽ നടത്തുന്ന നേഴ്സിനെ. ആ നേഴ്സ് പുറത്തിറങ്ങിയിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലും. ഓള് കയറി ചെല്ലുമ്പോൾ ഓളയിൽ ഒരു വലിയ ബാഗ് ഉണ്ടാവും. ബാഗ് പിടിച്ചാൽ കയറി ചെല്ല. ആ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ എന്താ പരിപാടി അറിയോ? അവിടെ ഒരു കിടക്കണ മനുഷ്യൻ ഉണ്ടാവും. അയാൾ ചിലപ്പോൾ അങ്ങനെ മലന്ന് കിടക്കുകയും വേഗം അയാളെ ചെരിച്ചു കിടത്തും. ചിലപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ അയാൾ കമന്ന് കിടക്കുന്ന ആളായിരിക്കും. എന്നാലും അയാളൊന്ന് ചെരിച്ചു കിടത്തും. ചെരിച്ച് കിടത്തി കഴിഞ്ഞിട്ട് അയാളെ കാലത്ത് പതുക്കെ മടക്കി വെച്ചിട്ട് ഈ ബാഗ് തപ്പി തുറന്ന് തെരഞ്ഞിട്ട് ഇന്ന് 2 റബ്ബറിന്റെ ഗ്ലൗസ് എടുത്തിട്ട് 2 കയ്യുമ്പിലും വിരിച്ചു കയറ്റി ചൂണ്ടപ്പരമ്പിൽ അതേ ബാഗിൽ നിന്ന് ഒരു ഓയിന്റ്മെന്റ് എടുത്തിട്ട് നല്ലപോലെ പെരട്ടി ഇയാളെ മടക്കി വെച്ച കാലിലെടുത്തുള്ള തുണി നേരെ മേലോട്ട് പൊക്കി ഈ വിരൽ ഇങ്ങനെ തിരികെ മലദ്വാരത്തിലേക്ക് അങ്ങോട്ട് കയറ്റി അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കണം. നമ്മുടെ നാട്ടില് ആൾക്കാർക്ക് ആഴ്ചയിലൊരിക്കല്, 2 ആഴ്ച കൂടുമ്പോ, 10 ദിവസം കൂടുമ്പോ. എന്തിനാറിയോ? സുഖ ശോധനയ്ക്ക്. കക്കൂസ് പോയി കിട്ടാൻ ആഴ്ചയിലൊരിക്കലും, 2 ആഴ്ചയും, 10 ദിവസവും, 15 ദിവസമൊക്കെ കൂടുമ്പോ കയറി വരുന്ന നേഴ്സിന്റെ ചൂണ്ടൻ വിരലിന്റെ തുഞ്ചത്തിന് ഇപ്പൊ എന്റെ ഒക്കെ പുരമുറ്റത്ത് വീട്ടിന്റെ അടുത്ത് അയലക്കത്ത് ആളുകാവലെടുക്കുന്നുണ്ട്. കക്കൂസ് പോയി കിട്ടാനാണ് വേറൊരു മനുഷ്യന്റെ ചൂണ്ടൻ വിരലിന്റെ സഹായത്തിന് ആളുകാവല് കിടക്കണേ.
രാവിലെ മുതൽ അന്തി വരെയുള്ള ജീവിതത്തിലെ കണ്ട ചിക്കനും കപ്പയും ചപ്പാത്തിയും ബിരിയാണിയും നെയ്ച്ചോറും വിഭവസമൃദ്ധമായ സദ്യയൊക്കെ തിന്ന് ഞാനുങ്ങളൊക്കെ അർമാദിച്ച് ജീവിച്ചു പോകുമ്പോ ഈ തിന്ന സാധനം ഒന്ന് പുറത്തു പോയി കിട്ടാന് 2 ആഴ്ച കൂടുമ്പോ കയറി വരുന്ന നേഴ്സിന്റെ ചൂണ്ടമ്പറിന്റെ തുഞ്ചത്തിന് ആള് കാവല് കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിലും വലിയ നരക കണ്ട ഭൂമിയിൽ ഞങ്ങളുടെ നാട്ടിലുണ്ട് അതിൽ വലിയ നരകം ആലോചിച്ചു. ചോദന കിട്ടാൻ വേറൊരു മനുഷ്യന്റെ ചൂണ്ടമ്പരലിന്റെ അറ്റത്തിന് കാവൽ കിടക്കുന്ന ഗതികേടുള്ള മനുഷ്യൻ ജീവിക്കുന്ന നാടാണിത്. പ്രശ്നമില്ലേ? വീണാ പോയി മനുഷ്യ മുതലുണ്ടല്ലോ. ഇത് വീണാ തീർന്ന് 2 കാലിന്റെ മുകളിൽ നടക്കാനുള്ള ആരോഗ്യവും അവനവന്റെ ദേഹത്ത് നിയന്ത്രണം ഉള്ളിടത്തോളം കാലം മാത്രമേ നമ്മൾ ഭൂമിയിലെ വലിയ മനുഷ്യന്മാരുള്ളൂ. വീണാ കഴിഞ്ഞ് ഏത് മനുഷ്യനും വീണാ തീർന്നു. ഇന്ത്യൻ പ്രസിഡന്റ് ഇവിടുത്തെ കൂലിപ്പണിക്കാരൻ വരെ കിടന്നാ തീർന്നു. കെട്ടക്കണ വരെ ഉള്ളൂ. നാളെ രാവിലെ എനിക്കും നിങ്ങൾക്ക് ഒന്ന് ശോധന കിട്ടണമെങ്കിൽ ഇതേ പറഞ്ഞ പണി വീട്ടിൽ ഉമ്മയോ അല്ലെങ്കിൽ ബാപ്പയോ അല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിയോ ആരോ ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് ചെരിച്ച് കടത്തിയിട്ട് കയ്യിൽ ഗ്ലൗസ് കയറ്റി തോണ്ടി എടുത്ത് തരണം മലം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ചെരിഞ്ഞ് കിടന്നു കൊടുക്കാൻ തയ്യാറാവും. നമ്മളെല്ലാവരും നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും ആസ്പത്രിയിലെ ജീവനക്കാരും ഒക്കെ ആണല്ലോ. എത്ര പേര് തയ്യാറാവും ചെരിഞ്ഞ് കിടന്നു കൊടുക്കാൻ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുവിന്റെ മുന്നിൽ മലെടുക്കാൻ വേണ്ടിയിട്ട്? ഇഷ്ടപ്പെടും? ഇഷ്ടമുള്ള പണിയെ പറ്റി കക്കൂസ പോകാൻ നമ്മള് രഹസ്യമായി ചെയ്യുന്ന പണിയല്ലേ. ഒരാളെ കൂടെ കൊണ്ടുപോകില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ കയറി കുറ്റിയിട്ട് എന്ന് ഉറപ്പ് വരുത്തിയില്ലേ? ശക്തിയായി പൈപ്പ് തുറന്നിട്ട് അതിനുള്ളിൽ ഒച്ച പോലും പുറത്ത് കേൾക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാനും നിങ്ങൾ കാര്യം സാധിച്ചു പോരാറ്. അതാണ് ഒരു കാറ്റം പോലും വലിച്ചിടാത്ത സ്ഥലത്ത് വെച്ചിട്ട് ചെരിച്ച് കടത്തി കയ്യിൽ ഗ്ലൗസും കയറ്റി പല ആളുകളുടെ സാന്നിധ്യത്തിൽ തന്നെ മറ്റൊരുത്തിന്റെ കൈസഹായത്തോടു കൂടി നടത്തേണ്ട ഗതികേടിൽ എത്തിപ്പോകുന്ന മനുഷ്യന്റെ അവസ്ഥ. പ്രശ്നമാണ്. അല്ലേ? ഞാൻ നിങ്ങളൊരു 2-3 കോണിക്കുത്തല്ലേ കയറിയിട്ടല്ലേ ഈ ഹോളിലേക്ക് പോകുന്നത് അല്ലേ? സ്വന്തം നടന്നു പോകുന്നതാണല്ലോ. ഇങ്ങോട്ട് നടന്നു വരാൻ ആരും സഹായം ഒന്നും വേണ്ടി വന്നില്ലേനല്ലോ. ഇത് നിങ്ങളും ഞാനും തടി എവിടെയെങ്കിലും വെച്ച് പോരലൊന്നും നടക്കൂലല്ലോ. ബാഗ് മറന്നു പോവാം, കുട മറന്നു പോവാം, എന്തും മറന്നു പോവാം. പക്ഷെ മറന്നു പോകാൻ പറ്റാത്തൊരു സാധനം ഉണ്ട്. ജനിച്ച് അന്ന് മുതൽ ഇന്നേ വരെ നമ്മൾ കൊണ്ടിറക്കുന്ന ഒരു സാധനമാണ്. ജനിച്ച് അന്നൊന്നും നടക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. ഒരു 2 വയസ്സൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഒറ്റയ്ക്ക് നടക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അന്ന് മുതൽക്ക് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന സമയം വരെ കൊണ്ടിറക്കുന്ന സാധനം ഈ കാണുന്ന സ്വന്തം മുതല്. ഇന്നെല്ലാവരും സ്വന്തം തടി കൊണ്ടിട്ടല്ലേ ഈ ഹോളിലേക്ക് പോകുന്നത്. ഇനി ഇന്ന് പോകുന്ന അവിടെ നിൽക്കട്ടെ. ഇതിന് മുമ്പ് ഒരു വരവ് വന്നല്ലോ, ഓർമ്മ ഉണ്ടോ? നിങ്ങൾ ഇതിന് മുമ്പ് എന്താ വന്നത്? ഈ ഹോളിലേക്കല്ല, ഈ ഭൂമിയിലേക്ക് ഉണ്ടാവുമല്ലോ. SLC ബുക്കിൽ വന്ന ഡേറ്റും ദിവസവും മാസവും ഒക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇന്നത്തെ മനുഷ്യന്മാരെ അങ്ങോട്ട് ഭൂമിയിലേക്ക് ആദ്യത്തെ വരവ് വരുമ്പോ കയ്യിലുണ്ടായി അല്ല. വരുന്നതിന് മുമ്പ് നിങ്ങളും ഞാനും താമസിച്ചത് ഒരൊറ്റ സ്ഥലത്തല്ലേ? ആളല്ലേ മാറുള്ളൂ. താമസ സ്ഥലപ്പേരൊന്നും മാറാൻ പോകുന്നില്ലല്ലോ. എടയിലും ഫസ്റ്റ് അക്കോമഡേഷൻ ഇന്ന എർത്ത് ഭൂമിയിലെ ആദ്യത്തെ താമസ സ്ഥലം എടയിലും ഉമ്മാന്റെ വള്ളേന്റെ ഉള്ളിൽ അല്ലെ 9 മാസവും ചില്ലറ ദിവസവും ഉമ്മാന്റെ വള്ളേന്റെ ഉള്ളിൽ താമസിച്ച അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോ ഒരു ബന്ധുത്ത കയ്യിലുണ്ടായി. എന്താ ഉണ്ടായിന് കയ്യില്? 2 ചുരുട്ടി പിടിച്ച കൈ. ലേബർ റൂമിലൊക്കെ പണിയെടുത്തില്ല നിങ്ങൾ പലരും അല്ലേ? ഇന്നത്തെ കയ്യിലുണ്ടായി കൊണ്ട് പോരുമ്പോ ചുരുട്ടി പിടിച്ച 2 കൈ എന്തെങ്കിലും ഉണ്ടായി അതിൻ്റെ ഉള്ളിൽ? ഞാനൊന്നും കണ്ടില്ല കേട്ടോ. ഞാൻ 4 വാപ്പയാണ്, ഒന്നല്ല 4 കയ്യിൽ വാങ്ങി. അവസാനത്തെ 2 ഒന്നിച്ചാ വന്ന് ട്വിൻസേ പെൺകുട്ടികളാണ്. ഒരു നൂലിന്റെ കഷ്ടം പോലും 4 കയ്യിൽ ഞാൻ കണ്ടില്ല. വെറ്റ് വീണ സെക്കൻഡ് മുതൽക്ക് ഇവിടെ നല്ല ചുരിദാറൊക്കെ ഇട്ടിരിക്കണ ഈ സെക്കൻഡ് വരെ അവനവന്റേത് 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 മാത്രമെന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ കൊണ്ടു നടക്കാൻ കിട്ടിയ ഒരു സാധനം ഈ തലമുടി മുതൽ കാരണകം വരെയുള്ള ഒരു ഉടലിന്റെ ഉള്ളിൽ ഒരു ഉയരും അല്ലാണ്ട് ഉമ്മാന വയറ്റിന്റെ ഉള്ളിൽ എന്താ പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോയി? എന്താ കൊണ്ടുവന്നില്ല? ഇന്ന് പഠിപ്പുണ്ട്, വിവരമുണ്ട്, ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, റേഷൻ കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്, പല 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 സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊന്നും വരുമ്പോ കൊണ്ടുപോകുന്നില്ല, തടിയെ കൊണ്ടുപോകുന്നുള്ളൂ. ഞാൻ തിരിച്ചും ചോദിക്കട്ടെ, ഇവിടുന്ന് യാത്ര പോവാണ്ടല്ലോ, നിങ്ങളെ കോഴ്സ് കഴിഞ്ഞോ ജോലി കഴിഞ്ഞോ വൈകുന്നേരം നിങ്ങൾ വീട്ടിൽ പോകുന്നോ ഹോസ്റ്റലിൽ പോകുന്നോ യാത്ര പോകുന്ന യാത്രയല്ല. അത് നിങ്ങൾ പോവേക്കും പോവിലേക്ക് എനിക്കറിയില്ല. വേറൊരു കൺഫേംഡ് ട്രാവൽ ഉണ്ടല്ലോ എനിക്ക് മുമ്പുള്ള ഒരു നിലക്കും മാറ്റി വെക്കാൻ പറ്റാത്ത യാത്ര. താമസിച്ചാലോ കേരളത്തിൽ 200 കൊല്ലം ജീവിക്കോ? നടക്കൂല.
മരിച്ചു. ഞാൻ തിരിച്ച് സംശയം ചോദിക്കട്ടെ, ഇവിടുന്ന് മരിച്ചു പോയി, ഇന്നേ വരെ ഞാനോ നിങ്ങളോ നേടിയെടുത്തതോ വെറുതെ കിട്ടിയതോ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിച്ചതോ പാരമ്പര്യമായി കൈമാറി വന്നതോ സ്വത്തോ മുതലോ വീടോ ഭാര്യയോ ഭർത്താവോ ആധാരോ റേഷൻ കാർഡോ എന്തെങ്കിലും ഒരു സാധനം ആ പൂണ യാത്രയിൽ കയ്യിൽ എത്താൻ കഴിയും? ഒരു തരി മണല് കടത്തൽ നടക്കില്ലല്ലോ. ഇത് തൽക്കാലത്തേക്ക് മാത്രം യാത്ര ചെയ്യാനുള്ള ഒരു ഇടമാണ് ഭൂമി. ഒരു സാധനം കൊണ്ടുവന്നിട്ടില്ല, ഒരു സാധനം ഇവിടുന്ന് കൊണ്ടാനും കഴിയില്ല. ഇത് തൽക്കാലത്തേക്ക് ഒരു ട്രാവലിന് ഒരു ഇടം കിട്ടിയതാ ഭൂമി. അതിൻ്റെ ഉള്ളിൽ അവനവന്റേത് 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 മാത്രം എന്ന് പറയാൻ അഹങ്കരിക്കാനുള്ള ഒരു സാധനം കാണുന്ന ഉടലും ഇതിൻ്റെ ഉള്ളിലുള്ള ഉയരും മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും നമ്മളതല്ല, നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മൾ കൊണ്ടാൻ കഴിയൂല. ഇതേ ഓടുമ്പോ ഷാറാ വീണ അതിന്റെ സങ്കടം എന്താ? ആസ്പത്രി കുറച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കും. ഇതേപോലുള്ള കേരളത്തിലെ സകല ആശുപത്രികളും മനുഷ്യനെ ഒഴിവാക്കും. ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ തുടങ്ങുന്ന ചികിത്സ ഒരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രിയിലോ ഒക്കെ തീരും. തീർന്നിട്ട് അവിടുന്ന് ഒഴിവാക്കുന്ന എന്തൊക്കെ പറഞ്ഞിട്ടറിയോ? ഇത് കണ്ടു കാണാതെ, ചെവി കേൾക്കാതെ, സംസാരിക്കാൻ വയ്യാതെ, കൂനിക്കൂടി ചുക്കിച്ചൊളിഞ്ഞ് പേശീബലം നഷ്ടപ്പെട്ട്, ഓർമ്മശക്തി നഷ്ടപ്പെട്ട്, മറവിയും വിറയലും ബാധിച്ച വാർദ്ധക്യമാണ് മനുഷ്യ. ഇനി ഞങ്ങൾക്ക് ഇതിന്റെ മുകളൊന്നും ചെയ്യാല്ല. രണ്ടാമത് ചെറുപ്പക്കാരിയാക്കല് നടക്കൂലല്ലോ. തിരക്ക് പോയിക്കോളി ബാത്റൂം തട്ടാന്ന് വയസ്സായാളോട് തിരക്ക് പോയിക്കോളും. അടുത്ത വിഭാഗം മനുഷ്യരോട് പറയും ഇത് ക്യാൻസർ ആണ്, റേഡിയേഷൻ കഴിഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞു, കീമോതെറാപ്പി കഴിഞ്ഞു, സകലവിധ ചികിത്സകളും കഴിഞ്ഞു, അവയവങ്ങളിലേക്ക് വ്യാപിച്ചു പോയ ക്യാൻസർ ആണ്, സെക്കൻഡറീസ് ഒക്കെ ഉണ്ട്, ആകെ പ്രശ്നമാണ്, ഇത് ഇനി ചികിത്സിച്ച് മാറ്റൽ നടക്കൂല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്തോളി, ഉരപ്പുണ്ട് വയ്ക്കോളി, വീട്ടിലേക്ക് മടക്കിയില്ല. കാരണം ആശുപത്രിക്ക് ഇത്ര ആൾക്കാർ അഡ്മിറ്റ് ചെയ്ത് നിലനിർത്താനുള്ള കഴിവൊന്നുമില്ല. ഒരു പഞ്ചായത്തിൽ തന്നെ കിടപ്പിലായ 100 മുതൽ 300 ആൾക്കാരുണ്ട്. 100 മുതൽ 300 വരെ ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആശുപത്രിയും കേരളത്തിൽ ഒരു പഞ്ചായത്തിലും ഇല്ല. എങ്ങനെ ആശുപത്രിയിൽ ഇത്ര ആൾക്കാരെ നിലനിർത്താൻ കഴിയുക? അടുത്ത വിഭാഗം മനുഷ്യരോട് എന്താ പറയാറോ? ഇത് പ്രഷർ കൂടിയിട്ടും കുറഞ്ഞിട്ടും കാര്യപ്പെട്ട പക്ഷാഘാതമാണ് സംഭവിച്ചത്. സെമി പാരലൈസ്ഡ്, തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായിട്ടോ രക്തം കട്ട പിടിച്ചിട്ടോ ഒരു വശം പാടെ കുഴഞ്ഞു പോയി, വലത് കൈ കൂടി, വലത് കണ്ണടഞ്ഞ്, വലത് ചെവി, ശ്രവണശേഷിയും സംസാരശേഷിയും വലത് കാൽ കംപ്ലീറ്റ് പാരലൈസ്ഡ്, സെമി പാരലൈസ്ഡ്, ഒന്നും ചെയ്യല്ല, വിട്ടുപോയി ചെറിയ ചെറിയ വ്യായാമങ്ങൾ നടത്തിയ ഇനി അതേ കഴിയില്ല, പഴയ പോലെ നീറ്റ് നടക്കൂല, വിട്ടുപോയി. അടുത്ത വിഭാഗം മനുഷ്യരോട് പറയാം, നിങ്ങളെയും പോലെ ജനിച്ച ആളല്ല, ചിന്തിക്കാൻ, എഴുതാൻ, വരയ്ക്കാൻ, പഠിക്കാൻ, വായിക്കാൻ ഒന്നും കഴിയില്ലാത്ത രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള മക്കളെ ജനിച്ചല്ലേ. മസ്കുലാർ ഡിസ്ട്രോഫി, ഓട്ടിസം, MR എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല പേരിട്ട് വിളിക്കുന്നുണ്ട്. വലിയ തലയ്ക്കായോ ആയെന്ന് കയ്യിലേക്ക് ഒലിച്ചുകൊണ്ട് ജനിച്ചുപോയ മക്കൾ, ആർക്കോ വേണ്ടി ജനിച്ച് ആർക്കോ വേണ്ടി ജീവിക്കുന്ന പൈതങ്ങൾ, അക്കൂട്ടത്തിൽപ്പെട്ട ഒരു മോളാണിത്. ഇതിന് രണ്ടാമത് നല്ല കുട്ടിയായി ജനിക്കല് നടക്കൂല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളി, ഒരക്കുണ്ട് ഓരോ വീട്ടിലേക്കാവും. ഇത് തെങ്ങിന്റെ മോന്നും പിള്ളേങ്ങിന്റെ മോന്നും ഉയരത്തുനിന്ന് റോഡപകടമൊക്കെ മൂലം വീണ് നട്ടല് പൊട്ടി കഴുത്തിന് താഴെ, അരയ്ക്ക് താഴെ തളർന്ന് കിടന്നു പോയതാണ്. ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ആ സുഷുമ്നാങ്ങാടിന്റെ സ്പൈനൽ കോഡ് അത് മുറിഞ്ഞ് 2 കഷ്ണമായാൽ ഇന്ന് രാവിലെ വരെ ഈ ലോകത്ത് രണ്ടാമത് കൂട്ടി യോജിപ്പിക്കാതെ ഒരു വൈദ്യം കണ്ടുപിടിച്ചിട്ടില്ല. റീജനറേറ്റ് ചെയ്യാത്ത ഞരമ്പാ ശരീരത്തിൽ ഇന്ന് രാവിലെ വരെ നടക്കില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തോളി, ബാക്കിയുള്ള കാലം ക്വാഡ്രിപ്ലീജിയ, പാരാപ്ലീജിയ, പൊരക്ക് പോട്ടെ, വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇങ്ങനെ ഒരു ആശുപത്രിയിൽ എത്തുന്നതിൽ ഏതാണ്ട് 10-30% ആൾക്കാരെ ഒന്നുകിൽ മാറാത്ത ദീർഘകാല നിത്യരോഗത്തിന്റെ പട്ടികയിൽപ്പെടും. 10-70% ആൾക്കാരെ നമ്മളൊക്കെ സൂക്കടൊക്കെ മാറ്റി ചികിത്സിച്ച് നന്നാക്കി ജീവിതത്തിലേക്കും തൊഴിലിലേക്കും പറഞ്ഞു ബാക്കി ജീവിതത്തിലേക്ക് പോയി. ഈ 30% ആൾക്കാരുടെ കാര്യത്തിൽ കുറെ ആൾക്കാർ കിടപ്പിലായി കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ ആന്തര അവയവ വ്യവസ്ഥിതിയും ബാഹ്യ അവയവ വ്യവസ്ഥിതിയും തകരാറില്ല, ഇല്ലേ? ആദ്യം കിടപ്പിലായ ഉണ്ടാവുക ഒന്നുകിൽ മലമൂത്ര വിസർജനത്തിന്റെ മുകളിൽ ബുദ്ധിമുട്ടുണ്ടാവും, കൃത്യസമയത്ത് പോയിരുന്ന് ശോധന കിട്ടൂല, മൂത്രം കൃത്യമായിട്ട് പോകൂല. ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കിടപ്പിലായ ആൾക്കാരെ വീട്ടിലേക്ക് വിടുമ്പോ വണ്ണുള്ള മൂത്രത്തിന് എനിക്ക് വിട്ടു വിടാറില്ല നിങ്ങൾ? കത്തിയിട്ട് കണ്ടില്ലേ നിങ്ങൾ? നിങ്ങൾക്കറിയാം ഒരു പഞ്ചായത്തിൽ മൂത്രമൊഴിക്കാൻ പൈപ്പ് സഹായത്തോടു കൂടി കിടക്കുന്ന എത്ര ആളുണ്ടെന്ന് കേരളത്തിൽ അറിയാം? ഒരു പഞ്ചായത്തിൽ. കേരളത്തിൽ ഓരോ പഞ്ചായത്തിലും 20 മുതൽ 40 വരെ മനുഷ്യന്മാർക്ക് മൂത്രമൊഴിക്കണമെങ്കിൽ പൈപ്പ് സഹായം വേണം. പ്ലംബിംഗ് നടത്തി വിട്ടിക്കണ വീട്ടിലേക്ക് നമ്മള് ആൾക്കാരെ.
ഇന്ത്യകളൊക്കെ വീട്ടിലേക്ക് കിണറ്റുന്ന പ്ലംബിംഗ് നടത്തിയത് കക്കൂസിലേക്കും കുളിമുറിയിലേക്കും വാട്ടർ ടാങ്കിലേക്കും ഒക്കെ പൈപ്പിട്ടുണ്ടാവും. ഇതങ്ങനെയല്ല, ഇവിടെയാണ് ഉള്ളത്. 600 ml മുതൽ 1 ലിറ്റർ വരെ പരമാവധി വെള്ളം കൊള്ളുന്ന അവയവം ഇവിടെയാണ് നിൽക്കുന്നത്. ഇതിന്റെ ഉള്ളിലേക്കാണ് ഈ വണ്ണുള്ള റബ്ബറിന്റെ ട്യൂബും അതിന്റെ അറ്റത്തൊരു പ്ലാസ്റ്റിക്കിന്റെ ട്യൂബും അതിന്റെ അറ്റത്തൊരു പ്ലാസ്റ്റിക്കിന്റെ ബാഗും ഘടിപ്പിച്ച് പുറയിലേക്ക് പറഞ്ഞു വിട്ട് കത്തീഡ്രൈസേഷൻ നടത്തി വീട്ടിലേക്ക് വിട്ട് സുഖം ട്യൂബ് ഇട്ട് കിടക്കൽ. ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളോട് നഴ്സുമാരെ കുറിച്ചുണ്ടല്ലോ ഡെയിലി, ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളോട് ട്യൂബ് ഇട്ട് കിടക്കൽ സുഖാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഉണ്ടോ? സാധ്യതയില്ല. എന്നാലും ഞാൻ ചോദിക്കാം, ഇവിടെ ആർക്കെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ കത്തിയിട്ടിടേണ്ടി വന്നിട്ടുണ്ടോ? സ്വന്തം കാര്യത്തിൽ എല്ലാ ആക്സിഡന്റ് ആയിട്ടോ ഓപ്പറേഷൻ എന്തെങ്കിലും ആവശ്യത്തിന് കത്തിയിട്ടിടേണ്ടി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? സിസേറിയൻ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സിസ്റ്റർ അന്നത്തെ കത്തിയിട്ട്? സുഖമായിരുന്നോ ബുദ്ധിമുട്ടായിരുന്നു? സുഖമായിരുന്നു, ബുദ്ധിമുട്ട്. ഒരു 48 മണിക്കൂർ സിസേറിയൻ ആണെങ്കിൽ കത്തീഡ്രലുണ്ടാവും. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കി. അപ്പോ ഇടങ്ങറായിരുന്നു. ലാൻസേഷന്റെ മക്കളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പോകുമല്ലോ, പിന്നെയാണല്ലോ ഈ വിഷവെള്ളി കിടക്കുന്നത്. അത്ര സുഖമുള്ള പരിപാടി ഒന്നുമല്ല. എല്ലാവരും കത്തീഡ്രൽ ഇട്ടിട്ട് പരിചയമൊന്നും ഉണ്ടാവില്ല. ഞാനൊരു പരിചയമുള്ള സാധനമാണ്. നിങ്ങൾക്ക് എനിക്കൊക്കെ പരിചയമുണ്ടാവും. നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ഭക്ഷണത്തിന്റെ ബാക്കി പല്ലിന്റെ ഇടയിൽ കുടുങ്ങി, ഇത് ശീലമില്ലാത്ത കാര്യം ഉണ്ടാവില്ലല്ലോ. ഭക്ഷണത്തിന്റെ ബാക്കി പല്ലിന്റെ ഇടയിൽ ഇടയ്ക്ക് പോരുമല്ലോ അല്ലേ? എന്തൊക്കെ സാധാരണ ഭക്ഷണം, എന്ത് ഭക്ഷണ ബാക്കിയ പല്ലിന്റെ ഇടയിൽ കുടുങ്ങാറ് സാധാരണ? എന്തൊക്കെ ആഹാരമാണ് പല്ലിന്റെ ഇടയിൽ കുടുങ്ങി? ചിക്കൻ, മട്ടൺ, ബീഫ് അല്ലേ? ഇതൊക്കെ കഴിച്ചു, മീന് കഴിച്ചു കുറച്ച് നിന്നൊക്കെ പല്ലിന്റെ ഇടയിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. കോട്ടെ മാങ്ങേണ്ടി കഴിച്ചിട്ട് ഒരു 4 പോരില്ലേ അല്ലെ? ഒരു തേങ്ങാപ്പൂളിന്റെ കഷ്ണം എന്തെങ്കിലുമൊക്കെ പല്ലിന്റെ ഇടയിൽ ഇടയ്ക്ക് കുടുങ്ങല്ലോ. പല്ലിന്റെ ഇടയിൽ ഭക്ഷണം കുടിക്കാൻ നമ്മൾ എന്താ വെച്ചുമാര് ചെയ്യാറ്? നല്ല ചിക്കൻ അവിടെ നിന്നോട്ടെ, 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ തീരുമാനിക്കോ? അല്ല, നല്ല മാങ്ങേണ്ടി നിന്നാലാ നിന്നോട്ടെ ആളെ എന്ന് തീരുമാനിക്കും നമ്മള്. എന്താ ബീഫ് ഇളയ ബീഫാ, നിൽക്കട്ടെ എവിടെ, നമുക്ക് വൈകുന്നേരം എടുക്കാം, വൈകുന്നേരം വരെ ഒരു ടേസ്റ്റ് അങ്ങനെ നിൽക്കട്ടെ എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അതിന്റെ ഭക്ഷണത്തിന്റെ ബാക്കി പല്ലിന്റെ ഇടയിൽ വെക്കാത്ത അസ്വസ്ഥത, പ്രയാസം അല്ലേ? എന്താ നമ്മള് ചെയ്യാറ്? എന്തെങ്കിലും എടുത്ത് കുത്തി ഒഴിവാക്കാൻ നോക്കൂല്ലേ? ആദ്യം ഈ കുത്തുന്നതിന് മുമ്പ് ഒരു ചങ്ങായി കുറെ നേരമായിട്ട് കിടന്ന് തൊയ്യുന്നുണ്ടോ? ഓനെ കൊണ്ട് കിട്ടും, നാവുകൊണ്ട് തൊഞ്ഞ് കിട്ടൂലെങ്കിൽ ആ കമ്പോ പോലൊക്കെ എടുത്ത് കുത്ത സാധാരണ. നിങ്ങൾ ആലോചിച്ചോ, നിങ്ങളും ഞാനും ഇന്ന് ക്ലാസ് വരെയുള്ള സമയത്ത്, ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് വരെയുള്ള സമയത്തും ഭൂമിയിൽ ഓടി നടന്ന് ജീവിച്ചിരുന്ന ആൾക്കാരാ. 2 കാലം കൊണ്ട് നിലവിൽ ഓടി നടന്ന് ജീവിക്കുന്ന മനുഷ്യന്മാരാ നിങ്ങളും ഞാനൊക്കെ. എനിക്കും നിങ്ങൾക്കൊക്കെ 2 പല്ലിന്റെ പൊത്തിന്റെ ഇടയില് തലമുടിയുടെ നാരിന്റെ വലുപ്പമുള്ള ഒരു ഭക്ഷണത്തിന്റെ ബാക്കി ആടെ നിന്നോട്ടെ എന്ന് തീരുമാനിക്കാനുള്ള ആരോഗ്യം പോലും നിലവിലില്ല. വണ്ണുള്ള ട്യൂബ് പല സൈസ് ഉണ്ട്. കത്തിച്ച് ഈ വണ്ണുള്ള ട്യൂബാണ് ബ്ലാഡറിന്റെ ഉള്ളിലേക്ക് മൂത്രനാളി വഴി മൂത്രസഞ്ചിക്കുള്ളിലേക്ക് കുത്തിക്കയറ്റിയത്. ഈ വണ്ണുള്ള റബ്ബറിന്റെ ട്യൂബും അതിന്റെ അറ്റത്തൊരു പ്ലാസ്റ്റിക്കിന്റെ ട്യൂബും അതിന്റെ അറ്റത്തൊരു പ്ലാസ്റ്റിക്കിന്റെ ബാഗായിട്ട് 20 മുതൽ 40 വരെ ആൾക്കാർ ഇന്ത്യങ്ങളെ നാട്ടില് ഓരോ പഞ്ചായത്തിലും പെരെ കിടന്നിട്ട് എഴയുന്നുണ്ട്. എഴയ്യ എനിക്കും നിങ്ങൾക്ക് 2 പല്ലിന്റെ കൊത്തിന്റെ ഇടയിൽ തലമുടിയുടെ നാരിന്റെ വലുപ്പമുള്ള ഒരു ആഹാര ബാക്കി പോലും കൊണ്ട് നടക്കാനുള്ള നടിക്കരുത്ത് ഇല്ല നിലവിൽ. എന്താ പേരെ കിടക്കണം വെച്ചാൽ അനുഭവിക്കുന്ന കഷ്ടപ്പാട്. ഇത് വീണാ പോയി, വെറുതെ പറയാ. ഉഷാറാന്നുള്ള വർത്താനൊക്കെ വെറും വർത്താനാ. ആരോഗ്യം എന്ന സാധനം കൈമോശം വന്നു പോയാലുള്ള ഒരു സങ്കടം ഉണ്ടല്ലോ, അതിലും വലിയ സങ്കടം വേറൊന്നുമില്ല. പൊട്ടിപ്പോവും. ഇപ്പൊ നമ്മള് സോപ്പ് തേച്ചിട്ടും വെളിച്ചെണ്ണ തേച്ചിട്ടും മഞ്ഞൾ തേച്ചിട്ടും കണ്ട ക്രീമൊക്കെ തേച്ചിട്ടും കൊണ്ട് നടക്കുന്ന ശരീരത്തിൽ ഏറ്റവും വലിയ അവയവം ഉണ്ടല്ലോ, പുറത്തുള്ള കാണുന്ന സ്കിന്ന്, കറുപ്പ് നിറവും വെളുപ്പ് നിറവും ഇരു നിറവും ഒക്കെ ആയിട്ട്, ഇരുണ്ട നിറൊക്കെ ആയിട്ട് മെനയിലും മെച്ചത്തിലും കിടക്കുന്ന ഈ തൊലിയൊക്കെ ഉണ്ടല്ലോ, ഇത് കിടന്നാ പൊട്ടിപ്പോവും. എനിക്കറിയില്ല നിങ്ങൾ ബെഡ്സോറ് കണ്ടിട്ടുണ്ടോ? ആശുപത്രിയിലൊക്കെ വരുന്നതായതുകൊണ്ട് ചിലപ്പൊക്കെ കണ്ടിട്ടുണ്ടാവും. വലുതൊക്കെ കണ്ടുകണം. കിടന്ന തടി പൊട്ടിയത്, ഈ ചന്തിമില് ബട്ടക്സിലൊക്കെ പൊട്ടിയത് കണ്ടുകണം. ഒരു കയ്യൊക്കെ ഉള്ളിൽ പോകുന്ന വലിയ ദ്വാരമായി പോകും. തൊടയലിന്റെ പിൻഭാഗത്ത് ആ ഓട്ടയുടെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ പഴുപ്പ് നിറയും, അതിൻ്റെ ഉള്ളിൽ ദുർഗന്ധം വരും. കുറച്ചുകൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പുയ്ക്കൾ വരാൻ തുടങ്ങും. മാഗറ്റ്സ് ഇന്നുണ്ട്. കേരളത്തിലെ 948 പഞ്ചായത്തിലും 159 മുനിസിപ്പാലിറ്റിയിലും സകല കോർപ്പറേഷൻ അടക്കം കേരളത്തിലെ സകല പ്രദേശത്തുണ്ട് വീടുകളിൽ കിടന്ന് പൊട്ടിയൊലിച്ച് പുഴുത്തുനാറി പോകുന്ന മനുഷ്യൻ. ഞാനും നിങ്ങളും ആരോഗ്യത്തോട് കൂടി ജീവിക്കുമ്പോ ആടും പട്ടിയും പശുന്നല്ല, മനുഷ്യന്മാരുണ്ട്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയി വീട്ടിൻ്റെ ഉള്ളിൽ കിടന്ന് പൊട്ടിയൊലിച്ച് പുഴുത്തുനാറി പോകുന്ന ആൾക്കാർ.
പ്രശ്നമാണോ? പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ വീണാൻ പോയി. എത്ര പേരുണ്ടാവും ഇവിടുന്ന് ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ ആളെ കൊണ്ടുവരുമ്പോൾ കൂടെ 4-5 ആളൊക്കെ ഉണ്ടാവും അല്ലേ? ഒരാഴ്ച കിടക്കണം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും 1-2 ആൾക്കാർ കൂട്ടിയിരിക്കാനുണ്ടാവും. ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി മറ്റേ കിടപ്പിലായി പോയി പാത്തുമാടാത്ത എത്ര പേരുണ്ടാവും? ഈ കിടപ്പിലായ മനുഷ്യനെ വീട്ടിലെ രാവിലെ മുതൽക്ക് രാത്രി വരെയും രാത്രി മുതൽക്ക് രാവിലെ വരെയും മുഴുവൻ സമയം നോക്കണ്ടേ? എത്ര പേര് കൂട്ടിരിക്കാണ്ടാവും ഓരോ വീട്ടിൽ? അറിയോ നിങ്ങൾക്ക്? വീട്ടിലെ മുഴുവൻ അംഗങ്ങളും കിടക്കേക്ക് ചുറ്റും ഇങ്ങനെ കൂട്ടിയിരിക്കും. എത്ര ആളുണ്ടാവും ഒരു വീട്ടിലെ കിടപ്പിലായ മനുഷ്യന്റെ ദേഹപരിചരണ പരിപാടികളിൽ ഉത്തരവാദിത്തമല്ല? എത്ര പേരുണ്ട്? കണക്കറിയോ നിങ്ങൾക്ക് വീടുകളിൽ കാണുന്നത്? ഇതാണോ 24 മണിക്കൂറും 365 ദിവസം കിടന്നുപോയ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ നോക്കാൻ വേണ്ടി തന്നെ ഒരു പണി ഏർപ്പാടിനും പോകാൻ പറ്റാത്ത രീതിയിൽ സകല ഏർപ്പാടും മാറ്റിവെച്ച് അയാളുടെ പരിചരണത്തിന് വേണ്ടി നിൽക്കേണ്ടി വന്ന ഒരാളുണ്ടാവും. ദുർലഭം ചില സ്ഥലത്ത് 2 ആളും. ചില സ്ഥലത്തെ സ്ഥിതി എന്താ? ആകെ 2 ആളെ വീട്ടിലുള്ളൂ. ഇവിടെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ തന്നെ ആകെ 2 ആളെ വീട്ടിലുള്ളൂ. അതിലൊരാൾ അസുഖം വന്ന് കിടന്നുപോയി. 2ാമത്തെ ആള് രാവിലെ നനപ്പിച്ച് തുടപ്പിച്ച് കുളിപ്പിച്ച് ഭക്ഷണം കൂട്ടി കൊടുത്ത് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കയ്യെത്തുന്നിടത്തെടുത്ത് വെച്ച് 2ാമത്തെ ആള് തൊഴിലുറപ്പിന്റെ പണിക്കും കൂലിപ്പണിക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വരണം, ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെയുള്ള ധാരാളം വീടുകളും. ഞാനൊരു ചെറിയ സംശയം ചോദിക്കട്ടെ, സിമ്പിൾ സംശയം. കിടന്നുപോയ മനുഷ്യൻ എന്തായാലും അയാളുടെ പ്രായത്തിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ അയാളുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ടോ ഉള്ള ശരീരഭാരം ഉണ്ടാവില്ല, തടിത്തൂക്കം ഉണ്ടാവുമല്ലോ. ഒന്നുകിൽ പ്രായം അല്ലെങ്കിൽ അയാളുടെ ആരോഗ്യം, രണ്ടാമതൊന്നനുസരിച്ചുള്ള തടിത്തൂക്കം ഉണ്ടാവും അല്ലേ? ഈ വീട്ടിലുള്ള ഒരാളെ കൊണ്ട് ഇത് കോരിയാ പൊന്തൂല്ലേ? നിങ്ങൾ ആലോചിച്ചു, നിങ്ങളെ വീട്ടിലുള്ള സ്വന്തം അച്ഛനെടുത്താ പൊന്തോ, പാപ്പാനെടുത്താ പൊന്തോ, ഉമ്മാനെടുത്താ പൊന്തോ, മുതിർന്ന കാക്കാനെ താത്താനെ എടുത്താ പൊന്തോ? നിങ്ങളെ വീട്ടിലുള്ള മുതിർന്ന മനുഷ്യന്മാരെ നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് എടുത്താ പൊന്തോ? എനിക്കറിയില്ല, നിങ്ങളെ തീരുമാനിക്കുന്നു. ഒരു വട്ടമല്ല 17 വട്ടമൊക്കെ എടുക്കേണ്ടി വരും. കക്കൂസിലേക്ക്, കുളിമുറിയിലേക്ക്, പല്ലേൽപ്പിക്കാൻ, കുളിപ്പിക്കാൻ, ചെറിയ മർദ്ദം കിടത്താൻ എന്ന് വേണ്ട പല 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 പരിപാടികൾക്ക് വേണ്ടി എടുക്കേണ്ടി വരും. എടുത്താ പൊന്തൂല്ലേ? എനിക്കറിയില്ല. നിങ്ങളറിയില്ലേ? ഞാൻ പൊന്തൂല്ല. ഞാൻ എൻ്റെ വീട്ടിലെ 2 ആളെ പൊന്തുള്ളൂ. അത് 2 ചെറിയ കുട്ടികളാണ്. എത്ര കുട്ടികളാ? പെൺകുട്ടികളാണ്. ആകെപ്പോ ഒരു 11 മാസമായിട്ടുള്ളൂ. പോലെ ഞാൻ 2 പേര് എടുത്താൽ പോകും. അതിന്റെ മുകളിലേക്കുള്ള ഒരെണ്ണത്തിനും ഞാൻ വീട്ടിലെടുത്താൽ പോകുന്നില്ല. അച്ഛനെയും പൊന്തൂല, അമ്മേനെയും പൊന്തൂല, ഭാര്യനെയും പൊന്തൂല, മോനൊന്നും ഞാൻ പൊന്തൂല. ചങ്ങായിക്ക് 21 വയസ്സുണ്ട്, 76 കിലോ തടിത്തൂക്കുണ്ട്. ഞാൻ തന്നെ 64 കിലോ ആയിരുന്നു. ഡിഗ്രി ഫൈനൽ ഇയർ ഞാൻ പഠിക്കുന്നത് പൂനെയിലാണ്. 2-3 മാസം കൂടുമ്പോ ലീവിന് വരും. ഇപ്പൊ 2 ആഴ്ച മുമ്പ് ലീവിന് വന്നിരുന്നു. ലീവിന് വന്നപ്പോ മുമ്പിൽ എടുത്ത് എന്നോട് ചോദിച്ചു, വാപ്പാൻ എന്താ കനം കൂടാത്തത്? ഞാൻ പറഞ്ഞു, എന്റെ ചെങ്ങായി ഞാനിനി കനൊന്നും കൂടില്ല, ഈ പുകയിലൊക്കെ ഉണങ്ങില്ല, അങ്ങനെ ഉണങ്ങി പോകട്ടു, അടുത്തന്നെ വെച്ച് കുളിക്കാറ്. ഞാൻ പറഞ്ഞ അങ്ങോട്ട് കൊണ്ടില്ല, ഒന്നങ്ങോട്ട് എന്തായിരുന്നു ഇടുക്കിടക്കി ഇറങ്ങി. നിങ്ങൾ വീട്ടിൽ 5 അഞ്ചത്തിമാരും ഒക്കെ ഉണ്ടോ? ചെറുതുങ്ങളൊക്കെ ഉണ്ടോ വീട്ടിൽ? ഉണ്ടോ? പോട്ടെ, നിങ്ങൾ ചെറുപ്പത്തിൽ വാപ്പാനെയും ഉമ്മാനെയൊക്കെ കെട്ടിപ്പിടിച്ചു കൂട്ടി കിടന്നത് ഓർമ്മയുണ്ട്? മറന്നു പോകാനുള്ള കാലൊന്നും അതിണ്ടാവില്ലല്ലോ. ഉമ്മാനെ കെട്ടിപ്പിടിച്ചിറക്കി വാപ്പാനെ കെട്ടിപ്പിടിച്ചിറക്കുകയോ ചെയ്തത് ഓർമ്മയുണ്ടോ ചെറുപ്പത്തിൽ? ചെറിയ പൈനങ്ങളൊക്കെ കിടക്കൂലേ? ഉറക്കം വരുമ്പോ അടുത്ത് വന്ന് ഇങ്ങനെ കിടക്കൂലേ? 5 അഞ്ചത്തിമാരൊക്കെ ഉണ്ട്. അവരിൽ മക്കളുണ്ട്. മക്കളുള്ളവർ ചെറുതിലേക്ക് വന്ന് കിടപ്പെടുത്ത് ഉറക്കാൻ നേരത്ത് അങ്ങനെ തട്ടി കൊടുക്കുന്നില്ല, ഇങ്ങനെ ഉറക്കിക്കാളും. ഉമ്മയും ബാപ്പയൊക്കെ ഇങ്ങനെ തട്ടി ഉറക്കിയതാ, എങ്ങനെ വളർത്തുന്നത്? അല്ല, ഞാനെന്താ പറഞ്ഞാല് എന്റെ മൂത്ത മോനെ ഈ ശീലം എപ്പോഴും വിട്ടില്ല. മൂപ്പര് കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോ എന്റെ ഒപ്പം കയറി കിടന്ന് രാത്രി. മൂപ്പർക്ക് വല്ലപ്പോഴും എന്റെ ഒപ്പം കിടക്കാൻ ചാൻസ് കിട്ടുന്നു. കയറി കിടന്ന സമയത്ത് ഞാനിങ്ങനെ 20 മുമ്പ് തോർവലിങ്ങനെ തട്ടിക്കൊടുത്ത സമയത്ത് മൂപ്പരിന്റെ കൈ കൊണ്ടൊന്ന് കെട്ടിപ്പിടിച്ചു. അപ്പൊ ഞാൻ നല്ല ഉസാറിൽ തട്ടിക്കൊടുത്തു. മൂപ്പര് കാലം ഈ ആൾക്കാരെ ഉറക്കം വരുമ്പോ കാലെടുത്ത് വീഴും. ഈ ശീലം എനിക്ക് നോക്കുമ്പോ ഉണ്ടാവും, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അപ്പൊ എന്റെ മൂത്ത മോനാ ശീലമുണ്ട്. അപ്പൊ കാലെടുത്തിന്റെ പേരിട്ടപ്പോ ഞാൻ പറഞ്ഞു, എടാ പറയാ, ഇത് ചെറുപ്പൊന്നുമല്ല, ഇതൊന്നും ആലോചിക്കണ്ടേ. ഞാൻ തമ്മിൽ 12 കിലോന്റെ തടിപ്പൊക്കെ വ്യത്യാസമുണ്ട്. അതാണ് ചെങ്ങായി വീട്ടില് താടിയും മുടിയൊക്കെ നീട്ടി ഭയങ്കര ഇപ്പൊ വെട്ടിച്ചിട്ട് വിട്ടതാ. ഫുൾ താടിയും മുടിയൊക്കെ ഇറക്കി. മാത്രമല്ല വീട്ടിൽ നടക്കുമ്പോ ഒരു ബോക്സർ അല്ലേ, ഒരു ടൗസർ, ഒരു ടൗസർ ഒരു ബെനിയനും മാത്രമേ ഉള്ളൂ. മേലെ നിറച്ചും രോമ. ഇതൊക്കെ കൂടി വെച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു വിട്ടല്ലേ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ ഈ കരടിന്റെ കൂട്ടിൽ കിടക്കുന്നതാണെങ്കിലും നല്ലത്, ഇങ്ങനെ കെട്ടിപ്പിടിച്ചോട്ടാ കഴിഞ്ഞ ഡോക്ടർ പോയാ ഊരിപ്പോരല് നടപ്പില പറയാ. അപ്പൊ മോന്റെ ഒരു ഡയലോഗ് എന്താ വെച്ചാ, വാപ്പ ഇങ്ങനത്തെ മനുഷ്യന് ഇങ്ങനെ
അച്ഛൻ ബ്രോ എന്നൊക്കെ വിളിക്കാക്കി. ബ്രോ ആണല്ലോ ഇപ്പോഴത്തെ പുതിയ പേര്. നിങ്ങളെന്ത് ബ്രോ ഇങ്ങനെ ആയാൽ പറ്റുമോ? ഞാൻ വല്ലപ്പോഴും ഇല്ലെങ്കിൽ ഒപ്പുള്ളൂ, അഞ്ചത്തിമാരില്ലെങ്കിൽ ഒപ്പുള്ളൂ, നിങ്ങളൊക്കെ സൈക്കിളോ അതിനല്ല നിങ്ങൾ എന്ത് വാപ്പയെന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. ഓനൊക്കെ ഉറങ്ങിയാൽ കാലൂരി മാറ്റം എന്നെ കൊണ്ടാവില്ല. ഒന്നും വേണ്ട. ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരെല്ലാം നമ്മൾ ട്രെയിനിലും ബസ്സിലൊക്കെ അടുത്തിരിക്കുന്ന ഒരാളൊന്ന് ചാരി നിന്ന് ഉറങ്ങിപ്പോയാല് കുറച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം കരയാൻ തോന്നില്ല. ഇത് ശീലമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. സഹയാത്രികൻ ചാരി ഉറങ്ങിപ്പോയാല് ഈ ഭാഗം കുറച്ച് കഴിഞ്ഞാൽ ചൂടാവും, കരയാനും തുടങ്ങും. എങ്ങനെയാ മനുഷ്യന്മാരെ 50 കിലോ 60 കിലോ 70 കിലോ 80 കിലോ 90 കിലോ ഭാരത്തിൽ തളർന്ന് കുഴഞ്ഞു കിടക്കുന്ന ഒരാളെ കൂലിയ പൊന്ത വേറൊരാളെ കൊണ്ട് കൊണ്ടുപോകും? എന്താണ് വീടുകളുടെ അവസ്ഥ? ഓരോ ചെറിയ ആവശ്യങ്ങൾ നടത്തി കൊടുക്കണമെങ്കിൽ വീട്ടിലുള്ള ആ ബൈസ്റ്റാൻഡർ, നമ്മൾ ബൈസ്റ്റാൻഡർ എന്ന് പറഞ്ഞ പേരാണെന്ന് പറയാറ് ഈ കുട്ടിരിപ്പുകാരന്. ആ ബൈസ്റ്റാൻഡർ ഒരു മനുഷ്യനെ കൊണ്ട് പല്ലേൽപ്പിക്കാനും കുളിപ്പിക്കാനും ചാരിത്താനും ഈ 2 മണിക്കൂർ കൂടുമ്പോൾ ചെച്ചുമാർക്ക് നിർത്തണം. ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന നമ്മളെ ആൾക്കാരെ ചാരി കുത്തിർത്തിക്കണം, പുറം വട്ടത്തിൽ വെഞ്ഞു കൊടുക്കണം, പല്ലേൽപ്പിച്ചു കൊടുക്കണം, നാലെടുപ്പിച്ചു കൊടുക്കണം, മൂത്രത്തിന് ചുവട്ട ഭാഗം വൃത്തിയാക്കി കൊടുക്കണം, മൂക്കിലയുടെ ചുവട്ടല ഭക്ഷണം കൊടുക്കണം. എന്തൊക്കെ പണി ചെയ്യാന്ന് വെച്ചാൽ അത് മുഴുവൻ പറഞ്ഞ് പഠിപ്പിച്ച് ഇവിടുന്ന് ഇറക്കി വിടും. ഒക്കെ കൂടി ചെയ്യാനുള്ളത് അവസാനം ഒരാളാ. അതിനെ കൊണ്ട് എന്താ കോരിയെ പൊന്തുക? ഇടയ്ക്ക് ഇങ്ങനെ ചുളിഞ്ഞാ പോരെ, തടിത്തൊലി പൊട്ടാൻ പോരെ? ശരീരത്തിൽ കിടക്കുന്ന ബെഡ്ഷീറ്റിന്റെ ഈ വിരി ഇങ്ങനെ ചുളിഞ്ഞാൽ മതി ബെഡ് സോർ സ്റ്റാർട്ട് ചെയ്യാൻ. വേറെ ഒന്നും വേണ്ട. 24 മണിക്കൂർ ചുളിഞ്ഞ കിടക്ക വരി കിടന്നു കഴിഞ്ഞാല് കിടപ്പിലായ മനുഷ്യൻ മറ്റേ കിടപ്പിലായതാണെന്ന് വെച്ചാൽ അയാളെ പ്രഷറുള്ള ഏരിയയിലെ പുറത്തെ തൊലി പൊട്ടാൻ തുടങ്ങും. ആ ചുളിവിന്റെ വടുകൊണ്ട് അറിയാം. നമ്മുടെ നാട്ടിലെ എല്ലാ പെരക്കാർക്കും നിശ്ചയാണ്. വീട്ടിൽ വെച്ച് പരിചരിക്കേണ്ടത് എങ്ങനെയാണ്? പക്ഷാഘാതം വന്ന് ഒരു വശം കുഴഞ്ഞ ആൾക്കാർക്ക് പല്ലേപ്പിക്കുന്നതും ഞാനും കൂടെ പല്ലേക്കുന്നതും ഒരേപോലെയാ? അല്ലല്ലോ. നമ്മളൊക്കെ നഖം വെട്ടാറില്ലേ കൈയും കാലിന്? അല്ലേ? ആഴ്ചയിലോ 10 ദിവസം കുടുംബം വെട്ടും. അസുഖം വന്ന് കിടപ്പിലായി കഴിഞ്ഞ് നഖം വെട്ടിയില്ലെങ്കിലുള്ള പ്രശ്നം എന്താ പറയുക? ഇവിടെ ചിലപ്പോൾ കൊണ്ടുവന്നുണ്ട്. ഇപ്പോൾ കാഷ്വാലിറ്റിയിലും ഇവിടെ വാർഡിൽ കണ്ടിട്ട് ഇതിൽ കണ്ടിട്ടോ എനിക്ക് അറിയില്ല, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ നാളങ്ങനെ നീണ്ടിട്ട് നഖമായിട്ട് നീണ്ടിട്ട് വളയും. ഈ ദശമാംസല്ലേ നഖത്തിന്റെ ഉള്ളിലേക്ക് ലിഫ്റ്റ് ചെയ്യും. ഓരോ നഖത്തിനും കിടപ്പിലായി കഴിഞ്ഞാൽ തന്നെ കട്ടി കൂടാൻ തുടങ്ങും. തലമുടിക്ക് കട്ടി കൂടും, നഖത്തിന് കട്ടി കൂടുകയൊക്കെ ചെയ്യാൻ കിടപ്പിലായി കഴിഞ്ഞാൽ പൊതുവെ. അപ്പൊ ഈ നഖത്തിന്റെ കട്ടി കൂടി കഴിഞ്ഞാൽ 5-6 നഖത്തിന്റെ കട്ടി ഉണ്ടാവും ഈ നഖം. ഈ ദശമാംസം കയറി ബന്ധ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുറിച്ചാൽ കിട്ടില്ല. സാധാരണ നെൽക്കട്ടറോണ്ടൊന്നും മുറിച്ചാൽ കിട്ടില്ല. ഇതിനി വേണമെങ്കിൽ ഉപ്പുശീല ചുറ്റി വെച്ചിട്ട് ഇളമ്പിപ്പിച്ചിട്ട് വേണം മുറിക്കാൻ. ഞങ്ങൾ 10 കൊല്ലമായിട്ട് നഖം വെട്ടാന് നെൽക്കട്ടറല്ല ഉപയോഗിക്കാറ്. പല്ലിറ്റിക്കാര് എന്താ ഉപയോഗിക്കാറ്? വയറിങ്ങാർ ഉപയോഗിക്കുന്ന വയർ കട്ടർ. കാരണം 5 നഖത്തിന്റെ കട്ടിയിൽ ഒരു നഖം മുറിക്കണമെങ്കിൽ നെയിൽ കട്ടറിന്റെ ഉള്ളിൽ പിടിച്ചാൽ കിട്ടില്ല. വയറിങ്ങാർ ഉപയോഗിക്കുന്ന വയർ കട്ടർ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ നഖം വെട്ടാം. മലപ്പുറം ജില്ലയിലെ പല്ലിറ്റിക്കാർ കഴിഞ്ഞ 10 കൊല്ലം എത്ര പേർക്കായിട്ട് നിൽക്കേണ്ട ഈ നഖം കൃത്യമായിട്ട് വെട്ടിക്കൊടുക്കണം, ചുളിയാതെ കിടക്ക വിരിക്കണം, വീട്ടിൽ വെച്ചിട്ട് പരിചരിക്കേണ്ട രീതി എങ്ങനെയാ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു വിവരമില്ല ആളുകൾക്ക്. നല്ലപോലെ നോക്കുന്ന ആളുകളുണ്ട്, നോക്കാൻ നിശ്ചയില്ലാത്ത ആൾക്കാരുണ്ട്, നോക്കണ്ടെന്ന് തീരുമാനിച്ച ആൾക്കാരുണ്ട്, നോക്കൂലെന്ന് തീരുമാനിച്ച ആൾക്കാരുണ്ട്. ആ മൂത്തോ നോക്കിക്കോട്ടെ, ഇളയത് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് തർക്കം കൂടുന്ന വീട്ടുകാരുണ്ട്. ആരെങ്കിലും വരുമോ കാണുമോ എന്ന് പേടിച്ചിട്ട് ആ ദിവസം ഒന്ന് വൃത്തിയാക്കി വെക്കുന്ന വീട്ടുകാരുണ്ട്. എങ്ങനെയാ പരിഹരിക്കേണ്ടതെന്ന് അറിയ പോലുമില്ല. പല നിലക്കുള്ള ആൾക്കാർ ആ നാട്ടിൽ വീടുകളിൽ കിടപ്പിലായ മനുഷ്യന്മാരുടെ കുടുംബത്തിലുള്ളത്. ഞാൻ ഒരു ചെറിയ സംശയം ചോദിക്കട്ടെ. ഈ ശരീരം ഉണ്ടല്ലോ, സ്വന്തം ശരീരം അവനവൻ്റേത് മാത്രം പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം നാറാതിരിക്കുന്ന പരമാവധി സമയത്ത് നമുക്ക് ഞാനും നിങ്ങളും നാറാതിരിക്കുന്ന പരമാവധി സമയം എത്രയാണെന്ന് വല്ല ധാരണ ഉണ്ടോന്ന് എന്റെ ചോദ്യം. 1/2 ദിവസം. ഇന്ന് വൈകുന്നേരം പോയിട്ട് കുളിക്കാതെ കിടന്നുറങ്ങാൻ ധൈര്യം ഉണ്ടോ? ഞാൻ കഴുകാതെ കയ്യൂലല്ലോ, പോട്ടെ, നനച്ച് തുടച്ച് കിടന്നുറങ്ങിയില്ല. നാളെ രാവിലെ പല്ലിയേക്കാതെ അയൽവാസിനോട് എന്ന് വർത്താനം തുടങ്ങുമോ? വായനാനം തുടങ്ങൂല, കൈമടക്കുന്നാറും കഷ്ണം നാറും. ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് 1 മണിക്കൂർ സംസാരിക്കുമ്പോൾ തന്നെ വേർപ്പിക്കും. ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴൊക്കെ വേർപ്പില്ല അല്ലേ? ഇത് ഒരു 1/2 ദിവസമൊക്കെ നാറാതെ നിൽക്കുള്ളൂ. കഴിഞ്ഞാൽ നാറാൻ തുടങ്ങും. നമ്മൾ ഈ കാറ്റോട്ടം കിട്ടുന്നതുകൊണ്ടും യാത്ര ചെയ്യുന്നതുകൊണ്ടും പിന്നെ ചലനമൊക്കെ ഉള്ളതുകൊണ്ടാണ് അധികം നാറാതിരിക്കുന്നത്. കിടന്നുപോയ ആളെ വേഗം നാറും. 3-4 മണിക്കൂർ കൊണ്ട് നാറാൻ തുടങ്ങും. എന്താ വീടുകളിൽ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ? മരിച്ചു വന്ന മനുഷ്യന്റെ അവസ്ഥ എന്താ?
അവനവന് ഉപേക്ഷിച്ച മലത്തിലോ മൂത്രത്തിലോ കഴിച്ച ഭക്ഷണാവശിഷ്ടത്തിലോ ഛർദിയിലോ വേർപ്പിലോ കണ്ട നാനാതരം സ്രവങ്ങളിലൊക്കെ കിടന്ന് നാറി 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 നാറിയിട്ടാണ് മനുഷ്യന്മാർ മരിച്ചു വന്നതിന് ചാൻസ് കിട്ടുന്നത്. ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന ഈ വെടുപ്പിലും വൃത്തിയിലൊന്നല്ല കേരളത്തിലെ കിടപ്പിലായ മനുഷ്യന്മാർ വീടുകൾക്കുള്ളിൽ ജീവിക്കുന്നത്. ദുർലഭം 10% ആൾക്കാരെ ഈ വെടുപ്പിൽ വീട്ടിൽ ജീവിക്കുന്നത്. 90% ആൾക്കാരും അത്രയും വെടുപ്പിലും നല്ല ജീവിക്കുന്നത്. ഇതിനാണ് അറിയാം 26 വർഷം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു വണ്ടി പുറത്തിറക്കി. 1995 25 വർഷം മുമ്പ് 93 പാലിയേറ്റീവ് കെയർ തുടങ്ങിയത്. 94 അവസാനം 95 ആദ്യത്തെ വാഹനം പുറത്തിറങ്ങിയത്. ആ വണ്ടിയിൽ ഡോക്ടർ കയറി, ആ വണ്ടിയിൽ നേഴ്സ് കയറി. മെഡിക്കൽ കോളേജിലെ പാലിയേറ്റീവ് കെയർ ഇതാ ഇത്ര വലുപ്പമില്ല ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനസ്തേഷ്യന്റെ ഒരു ചേഞ്ചിങ് റൂമില് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡോക്ടർ M.R. രാജഗോപാൽ എന്നും ഡോക്ടർ സുരേഷ് എന്നൊക്കെ പറഞ്ഞ ചില പേര്. തിക്കോടിയൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനൊക്കെ ഉണ്ടായിരുന്നു. ഇവരിങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ തുടങ്ങിയതാണ് ഇവിടുത്തെ പാലിയേറ്റീവ് കെയർ സംരംഭം. കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ പാലിയേറ്റീവ് കെയർ വേണ്ടി അതുകൊണ്ട് ഇത്ര വലുപ്പമുള്ള ഒരു ചേഞ്ചിങ് റൂമിൽ തുടങ്ങിയ ക്ലിനിക്കാണ്. ഇത്ര വലുപ്പമുള്ള ക്ലിനിക്. അവിടുന്ന് 95 ഒരു വാഹനം പുറത്തിറങ്ങി. ആ വാഹനത്തില് നേഴ്സ്, ഡോക്ടർ, മരുന്ന്, ഉപകരണങ്ങളൊക്കെ കയറി ആ വാഹനം പുറത്തേക്ക് ഇറങ്ങി വീട് തേടി യാത്ര പോയി. ആ വാഹനത്തിലെ ആദ്യത്തെ യാത്രയിൽ യാത്ര ചെയ്യാനൊരു അവസരം കിട്ടിയ മനുഷ്യനാണ്. ഇന്ന് 2250 എല്ലാവരും വണ്ടി ഓടുന്നുണ്ട്. നിങ്ങൾ തൊട്ടടുത്ത് ഇവിടെ വളാഞ്ചേരി ക്ലിനിക്കിന് 2 വണ്ടിയല്ലേ നമുക്ക് മുഴുവൻ സമയം ഓടുന്നത്. ആഴ്ചയിൽ 7 ദിവസം 2 വണ്ടി ഇങ്ങനെ തലങ്ങനെ വിലങ്ങനെ ഓടുന്നു. ഇവിടെ അടുത്തുള്ള ഒരു കുറച്ച് ദൂരെ 10 ക്ലിനിക്ക്. ഇങ്ങനെ 2250 വണ്ടി ഓടുന്നത്. ഈ വണ്ടി എന്തിനാ വീട് തേടി പോകണമെന്നറിയോ? വീട് 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 തന്നെ പരിചരണ കേന്ദ്രം, പുര പരിചരണ കേന്ദ്രം, വീട് 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 പരിചരണ കേന്ദ്രം. വീട്ടുകാർ, അയൽവാസികൾ, അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ ആരൊക്കെ പരിചരണത്തിന്റെ കൂടെ നിൽക്കാൻ തയ്യാറുണ്ടോ അവരൊക്കെ പരിചരണം കാണിച്ച്, പഠിപ്പിച്ച്, പരിശീലിപ്പിച്ച് പ്രാപ്തരാക്കി കൃത്യമായ പരിചരണം ചിട്ടയോടുകൂടി തന്നെ പ്രാദേശികപരമായി നിരന്തരമായി ലഭ്യമാക്കുക എന്നുള്ള ഒരേ ഒരു പരമപ്രധാനമായ ലക്ഷ്യമാണ് ശരീരം തേടി ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ഈ വണ്ടി വീട്ടിൽ തേടി പോകുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം. വീട് തന്നെ പരിചരണ കേന്ദ്രം. ആശുപത്രി കൈയൊഴിഞ്ഞു പോയ, ആശുപത്രിക്ക് താങ്ങാൻ പറ്റുന്നതിലധികം പ്രശ്നങ്ങളായത് കാരണം തന്നെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടക്കി വിട്ട, വൈദ്യം എഴുതി തള്ളിപ്പോയ, ചികിത്സകളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയ, സകലമാറാത്ത ദീർഘകാല നിത്യരോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യനും ഇനി പരിചരണ കേന്ദ്രം വീട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുര പരിചരണ കേന്ദ്രമാക്കി മാറ്റണം. പരിചരണത്തിന്റെ സയൻസ് വീട്ടുകാരെയും അയൽവാസികളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ചെയ്തും കാണിച്ചും പരിശീലിപ്പിച്ചും പഠിപ്പിച്ചും എടുത്തിട്ട് ആ കിടപ്പിലായ രോഗിക്ക് വെടുപ്പോട് കൂടിയുള്ള നാറാതെ നരകിക്കാതെ ഒരു ജീവിതം വിട്ടുകൊടുക്കാൻ പറ്റും. അതിനാണ് ഡോക്ടർ വിട്ടു പോകുന്നത്, അതിനാണ് നഴ്സ് വിട്ടു പോകുന്നത്, അതിനാണ് മരുന്നും ഉപകരണങ്ങളും പോകുന്നത്. രോഗം ചിലപ്പോൾ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റിയിട്ട് വരില്ല. പക്ഷെ രോഗം മൂലമുള്ള നിരന്തരമായ രോഗപീഠകൾ പരമാവധി കുറച്ചു കൊടുക്കുകയും നാറാതെ നരകിക്കാതിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും പരമപ്രധാനമായ കാര്യമാണ്. ശരീരത്തിന്റെ കാര്യത്തിൽ ഇതിന്റെ മനുഷ്യന് തിരിച്ചു കൊടുക്കാറുണ്ട്. നാട്ടിലെ പൊട്ടി അരയ്ക്ക് താഴെ തറന്നു കിടക്കുന്ന വേലായുധത്തിന് 2ാമത് തെങ്ങ് കയറ്റ ജോലിക്ക് കയറാൻ പോകില്ല, ഇല്ലല്ലോ. ഒരു വശം തളർന്ന് കിടന്നുപോയ പാത്തുമത്താത്ത പിന്നെ 2ാമത് പുറത്തിറങ്ങി പഴയ ജീവിതം ഒന്നും നയിക്കാൻ സാധ്യതയില്ല. ജന്മനാ വൈകല്യത്തോടു കൂടി ജനിച്ചു പോയ പിന്നെ ദീപമോൾ അങ്ങനെ തന്നെ ജീവിതകാലം കഴിയേണ്ടി വരും. ഇവരുടെ കാര്യത്തിൽ നിന്നൊന്നും രോഗമെടുത്ത് മാറ്റി ബാക്ക് ടു ലൈഫ് സാധ്യതയില്ല. ബാക്കിയുള്ള ജീവിതകാലം കംഫർട്ടബിൾ ആക്കുക മാത്രമേ സാധ്യതയുള്ളൂ. അതിനുവേണ്ടിയാണ് വാഹനം താഴെ ഇറങ്ങി പോകുന്നത്. എന്റെ കാര്യം കൂടി പറഞ്ഞ് നിർത്താമെന്ന് വിചാരിച്ചു. 1 മണിക്കൂർ കൊണ്ട് നിർത്തണം. 1 മണിക്കൂറായിട്ടുണ്ടാവും. ഒരു 15 മിനിറ്റ് കൂടി ഇരിക്കാനുള്ള സമയം ഉണ്ടാവും. ശരീരത്തിന്റെ കാര്യമാണ് നിൽക്കണ്ടേ. ഈ ശരീരത്തിനുള്ള വേറൊരു സംവിധാനം ഉണ്ടല്ലോ. സെക്കൻഡ് 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 വെച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ട്. അവയവല്ല, ഒരു വ്യവസ്ഥിതി സംവിധാനം. മനസ്സ് നോക്കും അല്ലേ? സെക്കൻഡ് വെച്ച് മാറുന്നല്ലേ മനസ്സ്. ചെറുതാണോ മനസ്സ്, വലുതാണോ മനസ്സ്? എന്റെ അഭിപ്രായത്തിൽ വലിയ മനസ്സിന്റെ ഉടമകൾ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നേരം ഈ ചൂടത്ത് ഇവിടെ ഇരിക്കില്ല. ഞാൻ ഈ കിടപ്പിലായ മനുഷ്യന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ പരിചരിച്ചതോ സ്വന്തം കുടുംബത്തിലോ അയൽപ്പക്കത്തോ അല്ലെ ബന്ധുക്കൾക്കിടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലുള്ള ഏതെങ്കിലും കിടപ്പിലായ ഒരു മനുഷ്യന്റെ ചിത്രമെങ്കിലും ഇറങ്ങി വന്നിട്ടാണോ ഞാൻ കരുതുന്നത്. ഒരാളെ പറ്റിയെങ്കിലും ഓർത്തില്ല. അന്ന് കൈത്താങ്ങിയതോ കണ്ടതോ ആയിട്ടില്ല.
അല്ല മനുഷ്യന്മാരെ, ഇന്നത്തെ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ഇന്ന് ചെയ്തു തീർക്കേണ്ട കുറേ ഉത്തരവാദിത്തങ്ങളും പണികളും ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ഇന്നത്തെ ബാക്കി കാര്യങ്ങൾ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? പോട്ടെ, നാളത്തെ വേറെ കുറെ പരിപാടികൾ ഉണ്ടല്ലോ. നാളെ പാലിറ്റിക്കാരുടെ ക്ലാസ് ഒന്നുമില്ല. നാളെ നിങ്ങൾക്ക് ഡ്യൂട്ടിയോ ജോലിയോ പഠനമോ വിദ്യാഭ്യാസമോ എന്തോ പരിപാടിയാണ് നാളത്തെ കുറെ ഉത്തരവാദിത്തങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ടല്ലോ ഇല്ലേ? മറ്റന്നാൾ വേറെ. ഈ ആഴ്ച, ഈ മാസം, ഈ വർഷം, ഈ ജീവിതത്തിൽ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, സങ്കല്പങ്ങൾ, പദ്ധതികൾ, പരിപാടികൾ, ആലോചനകൾ പലതില്ലേ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ജീവിതത്തിനെ കുറിച്ച് ഇല്ലേ? ഇല്ലേ? സ്വപ്നം കാണാറില്ല. സ്വപ്നമില്ലാത്ത ജീവിതം. ഞാനേ ഈ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരെയും കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഡോക്ടറെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 10 മിനിറ്റ് കൊണ്ട് ആളുകൾ നിങ്ങൾ പ്രതീക്ഷ ഉണ്ടാവില്ല. നിങ്ങൾ ആസ്പത്രിയിൽ വേറെ ഡോക്ടർ വന്ന് പരിശോധന. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സൗജന്യ കൺസൾട്ടേഷൻ. ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോഎൻട്രോളജിയിലെ പ്രൊഫസറും ഞാൻ കൂടെ ഒന്നിച്ച് വന്നത്. മാഡമാണ്, സ്ത്രീയാണ്. മാഡം ഇവിടെ വളാഞ്ചേരിയിൽ ഇവിടെ വന്ന് സർക്കാർ ആസ്പത്രിയിൽ വന്നിട്ട് മാഡം ഒരു 10 മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറയണം. ഞാൻ തീർക്കുമ്പോഴേക്കും മാഡം വരും. നിങ്ങൾക്ക് എല്ലാവർക്കും മാഡത്തിന്റെ ഒരു 2 മിനിറ്റ് സംസാരവും എല്ലാവർക്കും സൗജന്യമായിട്ട് ഒരു ഗ്യാസ്ട്രോഎൻട്രോളജി കൺസൾട്ടേഷൻ ഉണ്ട്. ഫ്രീ ആണ്, പേടിക്കണം, പൈസ വാങ്ങുന്നത്. ഗ്യാസ്ട്രോഎൻട്രോളജിയിലെ പ്രൊഫസർ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണാമെന്ന്. കണ്ടോട്ടെ? വിരോധമുണ്ടോ? കാണുന്നില്ല? ഇല്ല. അപ്പൊ മേഡം കണ്ണോട് കാണില്ല. അയ്യ, അതും സ്ത്രീകളെ പുരുഷന്മാരൊക്കെ പിടിച്ച് പുറത്താക്കും. സ്ത്രീകളെ ഓരോന്നിനെ പിടിച്ചോടെ കരുതിയിട്ട് വയറിന് ഓളൊന്ന് കൈ വെച്ചു. ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് എന്നാൽ പള്ളയമ്മ കൈ വെക്കുകയാണല്ലോ വേണ്ടത്. അപ്പോ പ്രൊഫസർ അയച്ചോടിയ അത് കഴിഞ്ഞ് പെണ്ണുങ്ങളൊക്കെ പിടിച്ച് പുറത്താക്കും. പിന്നെ നമ്മളൊക്കെ പിടിച്ച് ചേർത്തിട്ട് നമ്മളെ പള്ളയമ്മ കൈ വെച്ചു. ഫ്രീ ആ, പൈസ വാങ്ങില്ല, പേടിക്കുന്ന, ബില്ല് തരില്ല. സൗജന്യ കൺസൾട്ടേഷൻ നടത്തിക്കാളല്ലേ നമുക്ക്. റെഡിയാണ്, എല്ലാം കറക്റ്റ് റെഡിയാണ്. അപ്പൊ കംപ്ലീറ്റ് എണ്ണത്തിന് പിടിച്ചൊരു ഗ്യാസ്ട്രോ കൺസൾട്ടേഷൻ നടത്തിയെന്ന് വിചാരിക്കും. അപ്പൊ വയറുമ്പ് കൈ വെച്ച് കഴിഞ്ഞ ശേഷം മേഡം പറഞ്ഞു, ഏതായാലും വെള്ളം കൈ വെച്ച് നോക്കിയതല്ലേ, ഉമ്മാന്റെ പ്രായമുള്ള വേണ്ട, അതുകൊണ്ട് പേടിക്കണ്ട, വെള്ളം കൈ വെച്ചാലും ധാരാളം വേണ്ട. അപ്പൊ കൈ വെച്ച് നോക്കിയതല്ലേ, ഒരു കാര്യം ചെയ്തേക്ക്, അങ്ങനെ എല്ലാവർക്കും എന്റെ കാറിൽ ഒരു പോർട്ടബിൾ സ്കാനിങ് മെഷീൻ ഉണ്ട്. അമേരിക്കയിലുള്ള മകൻ പഠിക്കുന്ന ആൾ കൊടുത്തതാ, ചെറുതാ. സ്കാൻ ചെയ്ത് അപ്പൊ തന്നെ മൊബൈലിൽ കിട്ടും. അത്ര ഉഷാറാണ് മെഷീൻ. കണക്ട് ചെയ്താണ് ഒരു പോർട്ടബിൾ സ്കാനിങ് മെഷീൻ. ഒരു സ്കാനിങ് UST ആക്കാം. ഒരു 10-700 റുപ്യൊക്കെ ചെലവുണ്ടാവും. സാധാരണ 600-700 രൂപയ്ക്ക് അറിയില്ല എൻ്റെ ബില്ലൊക്കെ. അതൊക്കെ ചെലവുള്ളതാണ്. അത് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യാം. എല്ലാവരും ഒരു UST അബ്ഡോമിനും കൂടി എടുക്കുക. ഏറ്റവും ഓക്കെ അല്ലേ? പൈസ വേണ്ട, വേദാണ്. നിങ്ങൾ സ്റ്റുഡൻസ് ഒക്കെ പൈസ വേണ്ട. കംപ്ലീറ്റ് എല്ലാം പിടിച്ച് നടത്തി സ്കാനിങ് എടുത്തു എന്ന് വിചാരിക്കും. സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ റിപ്പോർട്ടൊക്കെ കംപ്ലീറ്റ് ഉണ്ടായിട്ടാണ് വേണം കൈ കഴുകാൻ പോയതാണ്. ഞാൻ ഓരോന്നായിട്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെ റിപ്പോർട്ട് ഒന്ന് വായിച്ചു. അതിന്റെ താഴത്തെ വരി മാത്രമേ വായിച്ചുള്ളൂ, ബാക്കിയുള്ള മുഴുവൻ വായിക്കാൻ സമയമില്ലല്ലോ. ഇംപ്രഷൻ അബൌട്ട് ഡയഗ്നോസിസ് ഉണ്ടല്ലോ, അടിയത്തെ സാധനം ഇംപ്രഷൻ, ആ സാധനം മാത്രം ഒന്ന് ഓടിച്ചു വായിച്ചു എല്ലാം വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ മൈക്കെടുത്ത് വീണ്ടും പറഞ്ഞു, മനുഷ്യന്മാരെ ഒരു ചെറിയ ഇടങ്ങേറുണ്ട്. ചെറിയൊരു ഇടങ്ങേറ് എന്താ വെച്ചാൽ, ഇപ്പൊ ഈ സ്കാനിങ് കഴിഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തില് 7 പേർക്ക് വയറ്റിന്റെ ഉള്ളിൽ വളരെ മോശം തരം ഒരു കാലത്തും ചികിത്സിച്ചാൽ മാറാത്ത അഡിനോ കാർസിനോമ സ്റ്റൊമക് എന്നുള്ള ക്യാൻസറാണ്. അഡിനോ കാർസിനോമ എന്ന് പറഞ്ഞാൽ വയറ്റിലുണ്ടാവുന്ന ഏറ്റവും മോശം തരം മാലിഗ്നൻസി. അതാണ് നിങ്ങളുടെ കൂട്ടത്തിൽ 7 ആൾക്ക്. മാത്രമല്ല അത് സെക്കൻഡറി ലിവറും കൂടിയിട്ട് ലിവറിലേക്ക് 2ാം തരവും കൂടി വന്നത്. നിങ്ങളെ കൂട്ടത്തിലെ 7 എണ്ണത്തിന് കാര്യം പറ്റിപ്പോകാം. ഇതാണ് റിപ്പോർട്ട്. കാര്യം മനസ്സിലായോ? അതായത് നിങ്ങള് ആരോഗ്യ മേഖലയിലെ ജോലിയോ വിദ്യാഭ്യാസമോ അധ്വാനം ഒന്നും പറഞ്ഞ് വല്ലാണ്ട് അങ്ങോട്ട് കെട്ടി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളെ കൂട്ടത്തിലെ 7 എണ്ണത്തിന്റെ കാര്യം പറ്റപ്പോക്കാണ്. ഇവിടുത്തെ പതുക്കെ കോഴ്സ് നിർത്തുക അല്ലെങ്കിൽ വിദ്യാഭ്യാസവും ജോലിയോ ഒക്കെ ഉപേക്ഷിക്കുകയും ചെയ്തിട്ട് പതുക്കെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയിക്കോളി. റേഡിയേഷൻ, ഓപ്പറേഷൻ, കീമോതെറാപ്പി ഒന്നും ചെയ്തിട്ടും കാര്യമില്ല. ചത്തുപോകല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആ കട്ടിലവിടെ കയറി കിടന്നോളി. ആ നാട്ടിലുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റിനെ നമ്മൾ പെരയിലേക്ക് വിടാം. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അത്രയും ഉള്ളിലേക്ക് വ്യാപിച്ചു പോയ ക്യാൻസറിന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് 7 ആളായിട്ട്. ഇതാണ് റിപ്പോർട്ട്. എന്താ മനസ്സിലുള്ള ആദ്യത്തെ ചോദ്യം? ആരാ? ആദ്യത്തിന് വന്ന് ആരാന്ന് ഞാൻ പറഞ്ഞില്ല, 7 പറഞ്ഞുള്ളൂ. ഇവിടെ 10-45 ആൾക്കാർ, ഇത്രയല്ലേ, 10-50 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ 7 പറഞ്ഞിട്ടുള്ളൂ. ആരാന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ആരാ എന്നില്ലേ ആദ്യം ആലോചിക്കാൻ. ആ കടലാസ് കൈ കിട്ടി ആ 7-ൽ 1 ഞാനാണെന്നും ഞാനും സ്കാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ ആശുപത്രിയായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തുള്ള സാധുക്കളായ നിങ്ങളെ കൂട്ടത്തിൽ നിന്നുള്ള ആൾക്കാരും ആണെന്ന് തിരിച്ചറിയുന്ന ആ സെക്കൻഡിൽ ജീവിതത്തിൽ ഇതേവരെ കണ്ട സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ
ആഗ്രഹങ്ങളോ മോഹങ്ങളോ സങ്കല്പങ്ങളോ പദ്ധതികളോ പരിപാടികളോ ആലോചനകളോ അടുത്ത ആഴ്ച പോകാനുള്ള കല്യാണം, അതിൻ്റെ അടുത്ത ആഴ്ച പോകാനുള്ള വീട്ടിൽ കൂടലോ, പുതിയ ഷൂസ് വാങ്ങണം എന്നുള്ള ചിന്തയോ, ചെരുപ്പ് തേഞ്ഞു പോയിക്കണോ മാറ്റി വാങ്ങണം എന്നുള്ള ആലോചനയോ, നല്ല ചുരിദാറിന്റെ തുണി ഒന്ന് കണ്ടുവെച്ചിക്കണേ അത് വാങ്ങിയെടുക്കണം എന്നുള്ള ആലോചനയോ ഒക്കെ ആയിരിക്കും പിന്നെ മനസ്സിലുണ്ടാകും. എന്തേ സംഭവിച്ചു? പൊട്ടിപ്പോയി. എന്താ പൊട്ടിപ്പോയത്? ഓർമ്മ വെച്ച കാലം മുതൽക്ക് സെക്കൻഡ് വരെ ഞാനും നിങ്ങളും ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ചിങ്ങനെ ഉറുമ്പരിമണി നെയ്ത് കൂട്ടി വെക്കുന്ന മാരിങ്ങനെ നെയ്ത് കൂട്ടിവെച്ച സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, സങ്കല്പങ്ങൾ, പദ്ധതികൾ, പരിപാടികൾ, ആലോചനകൾ, ഇത്തരം പരിപാടികളൊക്കെ ഒരൊറ്റ സ്കാനിങ്ങോടുകൂടി ആ ഒരു കുത്തിന് പൊട്ടിച്ചുവിട്ടത് എണ്ണത്തിന്റെ കാര്യത്തിൽ ഇന്ന് അല്ലേ? ഇത്രയുള്ളൂ മനുഷ്യന്മാരെ ജീവിതം. ഇതല്ലേ മനസ്സിന്റെ അവസ്ഥ? ഈ ആശുപത്രിയിൽ തന്നെ ഒരു രക്തപരിശോധന നടത്തിയിട്ടോ, ഒരു മൂത്രപരിശോധന നടത്തിയിട്ടോ, ഒരു സ്കാനിങ് നടത്തിയിട്ടോ, ഒരു എക്സ്റേ നടത്തിയിട്ടോ, ഒരു എൻഡോസ്കോപ്പി നടത്തിയിട്ടോ, ഒരു കൊളനോസ്കോപ്പി നടത്തിയിട്ടോ എന്തോ ഒരു പരിശോധന നടത്തി കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ തന്റെ തടിയിൽ നിന്ന് ഇറങ്ങിപ്പോവാത്ത ഒരു രോഗം വന്നു കയറിയിട്ടുണ്ടെന്ന്. അത് തിരിച്ചറിയുന്ന ആ സെക്കൻഡ് മുതൽക്ക് ആ മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും? രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ കൂലിപ്പണി എടുത്തിട്ട് വീട്ടിലേക്ക് റേഷൻ അരിയും പഞ്ചസാരയും ഉപ്പും പലർക്കും മീനും മണ്ണെണ്ണയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പുര പോറ്റീന ഗൃഹനാഥ പകലന്തിയോളം പണിയെടുത്തൊരു വീട് പോറ്റുന്നതിന്റെ ഇടയിലായിരിക്കും അപ്രതീക്ഷിതമായി വയറ്റിൽ ക്യാൻസർ വന്നിട്ടോ, തലച്ചോറിലെ രക്തം കട്ട പിടിച്ചിട്ടോ, വീട് നട്ടലൊടിഞ്ഞിട്ടോ, ഒരു വശം കുഴഞ്ഞിട്ടോ കിടപ്പിലായി പോകുന്നുണ്ട്. എന്തൊക്കെ പ്രതീക്ഷകൾ, എന്തൊക്കെ സ്വപ്നങ്ങൾ, എന്തൊക്കെ ആഗ്രഹങ്ങൾ, എന്തൊക്കെ മോഹങ്ങൾ, എന്തൊക്കെ സങ്കല്പങ്ങൾ, എന്തൊക്കെ പദ്ധതികൾ, പരിപാടികൾ, ആലോചനകൾ തകർന്നിരിപ്പണയുകയുണ്ടോ അല്ലേ? സന്തോഷത്തോടു കൂടിയാണ് രോഗികളിവിടെ ഇവിടെ വേണ്ട വീട്ടിലും ആശുപത്രിയിലൊക്കെ കിടക്കുന്ന ആൾക്കാർ സന്തോഷത്തോടു കൂടിയാണ്, സമാധാനത്തോടു കൂടിയും സ്വസ്ഥതയോടു കൂടിയാണോ രോഗം വന്നിട്ട് ആളുകൾ കിടക്കുന്നത്? വേദനയോടുകൂടിയും വിഷമത്തോടുകൂടിയും നിരാശയോടുകൂടിയും സങ്കടങ്ങളോടുകൂടിയും നിരന്തരമായ മാനസിക സംഘർഷത്തോടു കൂടിയാണ് ഓരോ മനുഷ്യനും ആ രോഗാതുരമായ കാലഘട്ടം ജീവിതത്തിൽ തള്ളി നീക്കുന്നത്. എന്താ മനുഷ്യന്മാരെ മനസ്സിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം? സങ്കടത്തിന് ഇഞ്ചക്ഷൻ കൊടുത്താൽ കുറയോ മോളെ? ഓയിൻമെന്റ് വരുത്തി കൊടുത്താൽ മനസ്സിന്റെ സങ്കടം കുറയോ? മുറിവേച്ചിട്ട് കൊടുത്താൽ മനസ്സിന്റെ സങ്കടം കുറയോ? ടോണിക് കൊടുത്താലേ പിന്നെ വേദന കുറയോ മനസ്സിന്റെ? ഇതിൻ്റെ ഉള്ളിൽ സെക്കൻഡ് വെച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമുണ്ട് മനസ്സ്. ജനിക്കുമ്പോ കൂടെ പോകണ്ട, കുറച്ച് വളരുമ്പോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക മനസ്സ്. ഞാനുങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു ജീവിതാവസ്ഥയായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. വലിയ കുഴപ്പമില്ലാത്ത ഒരു മാനസികാവസ്ഥ നമ്മുടെ കയ്യിൽ നിലവിലുള്ളത്. ഇന്നല്ലേ കിടന്നുപോയാൽ സകല പ്രതീക്ഷകൾ അസ്തമിച്ചിട്ട് ജീവിതത്തിൽ ഇങ്ങനെ ദുരന്തങ്ങളുടെ കുത്തൊഴുക്കിൽ ഇനി എന്ത് ചെയ്യുന്ന വെച്ചാലാണ് ആകെ പകച്ചു പോയില്ല. എന്താ പരിഹാരം? മനസ്സിന് പ്രഥമ പരിഗണന വേണ്ടേ? എന്താ പരിഹാരം? ഇങ്ങോട്ട് എണീറ്റ് വരാൻ പറ്റാത്ത രീതിയിൽ വീട്ടിലേക്ക് കടന്നുപോയ മനുഷ്യന്റെ മനസ്സിന് എന്താ പരിഹാരമുള്ളത്? പരിഹാരമുള്ളൂ, വേറെ പരിഹാരമൊന്നുമില്ല. പടി കയറി ചെല്ലാൻ, അങ്ങോട്ട് കയറി ചെല്ലാൻ, പടി കയറി ചെല്ലാൻ, അടുത്തിരിക്കാൻ, കൂട്ടുകൂടാൻ, കൂട്ടിരിക്കാൻ, കൂട്ടാവാൻ, കൈപിടിക്കാൻ, കുന്നോളം കടലോളം സ്നേഹിക്കാൻ ആള് വേണം. വേറെ പരിഹാരമൊന്നുമില്ല. ഞാനുങ്ങളും താമസിക്കുന്ന കേരളത്തിൽ ഓരോ വീടുകൾക്കിടയിലും 100 വീടുകൾക്കിടയിൽ ഒരു വീട്ടിൽ കിടപ്പിലായ ആളുകൾ. ഇന്ത്യകളിൽ ജീവിത പ്രദേശത്തെ 100 വീടുകൾക്കിടയിൽ നമ്മളെ പേരന്റെ 100 പേരെ ചുറ്റളവില് ഒരാളെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ കിടപ്പിലായി ഉണ്ടാവും. ആ കിടപ്പിലായ മനുഷ്യന്റെ കിടക്കപ്പായിന്റെ തുഞ്ചത്തേക്ക് 2 ആഴ്ച കൂടുമ്പം പടി കയറി ചെല്ലാൻ, അടുത്തിരിക്കാൻ, കൂട്ടുകൂടാൻ എന്ന മൊബൈലിലെ ഫ്രണ്ട്സ് ലിസ്റ്റിന്റെ ഉള്ളിൽ ഉൾപ്പെടാനല്ല. അത് തോന്നുണ്ടാവും നമുക്ക്. ആ കൂട്ടത്തിൽ ഇതേപോലെ ഒരാൾ പോകണം. ആ കൂട്ടുകൂടാൻ, അങ്ങോട്ട് കയറി ചെന്ന് കൂട്ടുകൂടാൻ, കൂട്ടിരിക്കാൻ, കൂട്ടാവാൻ, കൈപിടിക്കാൻ, കുന്നോളം കടലോളം സ്നേഹിക്കാൻ ആള് വേണമെന്നാണ്. രണ്ടുണ്ട് നമ്മളെ ചുറ്റിൽ, കുന്നുകൊണ്ട് കടലുണ്ട്. കുന്നോളം കടലോളം പൈസ വാരി കൊടുക്കാന്നൊന്നല്ല പറഞ്ഞത്. അല്ല, കിടക്കുക എന്ന നല്ല സുഖമുള്ള പരിപാടിയാണോ? എന്നൊക്കെ അഭിപ്രായമുണ്ട്. ഞാൻ നിർത്താൻ പോയി 2, 5, 3 മിനിറ്റ് ഉണ്ട്. കിടക്കുക എന്ന് പറഞ്ഞാൽ സുഖമുള്ള പരിപാടിയാണ്.
നിങ്ങൾക്ക് പറ്റും ഒരാഴ്ച വീട്ടിൽ പോയി മലന്ന് പറഞ്ഞ് 15 ദിവസം നിർബന്ധിത ബെഡ് റെസ്റ്റ്, ഒരു ജോലി ചെയ്യാതെ വെറുതെ കഴിയും? ഒരു ജോലി ചെയ്യരുത്. മൊബൈൽ നോണ്ടരുത്, TV കാണരുത്, സംസാരിക്കരുത്, പേപ്പർ വായിക്കരുത്, ഒരു പരിപാടി ചെയ്യരുത്. ഭക്ഷണം കഴിക്കുക, കുളിക്കുക, കപ്പസുഖവും മൂത്രമൊഴിക്കുക, അങ്ങനെ ആവശ്യങ്ങൾ ചെയ്യാം. രാവിലെ നമുക്ക് രാത്രി കഴിഞ്ഞാൽ രാത്രി നമുക്ക് രാവിലെ കഴിഞ്ഞ് ചിന്തിക്കുക മാത്രം ചെയ്യുക, അതൊന്നും ചെയ്യരുത്. കിടക്കുക, വീട്ടിൽ പോയിട്ട് എൻ്റെ ബാഗിൽ ചെക്കൊക്കെ ഉണ്ട്, ഞാനൊരു അങ്ങനെ കിടക്കാൻ തയ്യാറുള്ള ഓരോരുത്തർക്കും 250 രൂപ വെച്ചിട്ട് 15 ദിവസത്തേക്കുള്ള 15 ദിവസമാണ് ബെഡ് ഇടാൻ നിർബന്ധിത ബെഡ് റെസ്റ്റ്. അതിനുള്ള ഒരു കിടപ്പ് കൂലി എന്ന് പറയും. നിങ്ങൾ നോക്ക് കൂലി, മറ്റേ കൂലി, മറ്റേ കൂലിയൊക്കെ കേട്ടില്ലേ? ഇതിന്റെ പുതിയ കൂലിയാണ്. 10-15 കൊല്ലം ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന കൂലിയത്. ഒരു കിടപ്പ് കൂലിന്റെ ചെക്ക് തരാം. ചെക്ക് വാങ്ങി വീട്ടിൽ പോയിട്ട് ഒറ്റ കിടത്താൻ കിടക്കും 15 ദിവസം. ചെക്ക് വാങ്ങുന്നവർക്കൊക്കെ ഞാനൊരു CCTV ക്യാമറയും കൂടി തരും. അതവിടെ മുകളിലോട്ടിച്ച് വെക്കണം. നിങ്ങൾ 15 ദിവസം 24 മണിക്കൂറും കിടന്നു ഉറപ്പ് വന്നാലേ ബാങ്കിൽ ചെക്ക് പാസ്സാവുള്ളൂ. എന്നെ പറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് CCTV ക്യാമറ തരുന്നത്. വീട്ടിലേക്ക് വാങ്ങി പോകുന്നത്. കിടക്കാൻ കഴിയുമോ? 15 ദിവസം അടുപ്പിച്ച് പനിയൊക്കെ പിടിച്ചിട്ട് ഒന്നിക്ക് 2ാമത്തെ ദിവസം തലവന്തി അണിയിട്ട് പുറത്തിറങ്ങി പോരുന്ന ആൾക്കാരല്ലേ നമ്മൾ? നമ്മളെ നാട്ടിൽ വീട്ടിൻ്റെ ഉള്ളിൽ ആൾക്കാർ കിടക്കുന്നത് എത്ര ദിവസം അറിയുന്നത്? ഒരാഴ്ച, 10 ദിവസം, 15 ദിവസം, മാസങ്ങൾ മാസങ്ങൾ മാസങ്ങൾ, വർഷങ്ങൾ 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 വർഷങ്ങളോളം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കിടന്ന ആൾ എത്ര കൊല്ലം കിടന്നിട്ട് എന്നുള്ളത് ആലോചിച്ചു. വെറുതെ അറിയില്ല, മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അറിയില്ല. എന്റെ നാട്ടിലെ ഒരു കുമാരനുണ്ട്. മുമ്പ് തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്നു. പനയും തെങ്ങും മരം കയറി ജീവിച്ചതിനാളാണ്. അവിടുന്ന് പനേനെ പോകുന്ന പിടുത്തം വിട്ട് താഴെ വീണ് നട്ടല് പൊട്ടി കഴുത്തിന് താഴോട്ട് തളർന്ന് മുമ്പിൽ വീട്ടിൽ കിടന്നത് എത്ര കാലം എന്നറിയോ? 39 കൊല്ലം 11 മാസം 12 ദിവസം വാട്ടർ ക്ലീൻ ചെയ്ത് വീട്ടിൽ കിടന്നു. 40 കൊല്ലം പെറ്റിടാൻ 26ാമത്തെ വയസ്സിൽ വീണിട്ട് 40 കൊല്ലം വീട്ടിനുള്ളിൽ ആ ചുമരിനോട് ചേർന്നിട്ട് കട്ടിന്റെ മുകളിൽ കൊട്ടപ്പായൽ കിടന്ന് നരകിച്ച് 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 മരിച്ചുപോയ ഞാൻ കണ്ട ഏറ്റവും വലിയ കിടപ്പ് തൊഴിലാളിയാണ്. 40 കൊല്ലം കിടപ്പ് തൊഴിലാളി. ഞാൻ 40ന്റെ അവസാനത്തെ 5 കണ്ടുള്ളൂ. അവസാനത്തെ 5 കൊല്ലം ഞാൻ കണ്ടുള്ളൂ. കുമാരേട്ടനാണ്. ധാരാളം തോന പ്രായം. എന്താ കിടന്ന കാണാൻ? രാവിലെ കണ്ണ് തുറന്നെണീക്കുന്ന കണ്ണിന്റെ ഉള്ളിലേക്ക് രാത്രി കിടന്ന് തുറക്കുന്നതിന്റെ ഇടയിൽ ആവാഹിച്ചെടുക്കുന്ന കാഴ്ചകളുണ്ടല്ലോ ഞാനും നിങ്ങളും. ഇതിന്റെ 10% കാഴ്ചകളും വീട്ടിൽ കിടക്കുന്ന ഒരാൾ കാണുമോ? കാണും സഹോദര. തുറന്നിട്ട് ജനലിൽ കൂടെ വെളിച്ചരിച്ചു വരുന്നതും പൂമ്പാറ്റയും പക്ഷിയും പറന്നു പോകുന്നതും ഇലയിൽ മഞ്ഞത്തുള്ളിയും മഴത്തുള്ളിയും വീഴുന്നതും ക്ലോക്കിലെ സെക്കൻഡ് സൂചിക്കില്ല സെക്കൻഡിലേക്ക് ഓടി നടക്കുന്നതും മാത്രം കണ്ടുകൊണ്ട് വീട്ടിൽ കിടക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഇപ്പൊ ഒറ്റക്കായി പോവും. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും ജോലിയിൽ നിന്നും മതത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും തൊഴിലിടത്തിൽ നിന്നും ഭൂമിയിലെ സഞ്ചാരത്തിൽ നിന്നൊക്കെ ഒറ്റക്കായി വീട്ടിൻ്റെ ഉള്ളിൽ ആ ചുമരിനോട് ചേർത്തുള്ള കട്ടിന്റെ മുകളിൽ ആ കട്ടിന്റെ മുകളിൽ എയർബെഡോ വാട്ടർ ബെഡോ കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ടാവും പാലിറ്റിക്കറോ പഞ്ചായത്തോ പരിരക്ഷമാരോ. ആ ബെഡിന്റെ മുകളിൽ ഒരു ദ്വീപിലകപ്പെട്ട പോലെ ആജീവനാന്തം ജീവപര്യന്തം കഠിന തടവായിട്ട് ആ കാട്ടുകൾ ചത്തു പോകുന്നവരെ കിടക്കേണ്ടി വരും. ഒറ്റക്കൊറ്റക്കൊറ്റക്ക് ഒരൊറ്റക്കൊറ്റക്കായി പോകും വീട്ടിനുള്ളിൽ അകപ്പെട്ടാൽ. എന്താ പാലിറ്റിക്കർ? ഞാൻ നിർത്തി. എന്തിനാ പാലിറ്റിക്കർ? ആർക്കാ പാലിറ്റിക്കർ? എപ്പോഴാ പാലിറ്റിക്കർ? എങ്ങനെയാ പാലിറ്റിക്കർ എന്നുള്ളത് നിങ്ങളുമായിട്ട് സംവദിക്കാനാണ് ഞാൻ വന്നത്. പാലിറ്റീവ് പരിചരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ അതിനെ കാണേണ്ടത് വേറൊരു അർത്ഥത്തിലാണ്. പാലിറ്റിക്കർ എന്താന്ന് പറഞ്ഞതിന് മുമ്പ് ആലോചിക്കുന്നത് എന്താ ചെയ്തത്? എന്താ മോളെ നിന്റെ പേര്? മോളെന്നാ ജനിച്ച്? 2000 ജനിച്ചത് ഭൂമിയിൽ ജനിച്ചതെന്നാണ് 28/2/2000 18 വയസ്സ് അല്ലേ? 19ാമത്തെ വയസ്സിലേക്ക് ആകുന്നു. ആ ജനിച്ചു വീണ ആ സെക്കൻഡ് മുതൽക്ക് നീ കറുപ്പ് ചുരിദാറും വെള്ള ഷോളും കയ്യിലൊരു മൊബൈലേക്ക് പിടിക്കുന്ന സെക്കൻഡ് വരെയുള്ള ഭൂമിയിലെ നിന്റെ കാലയളവല്ലേ നിന്റെ ജീവിതം? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതല്ലേ നമ്മുടെ ജീവിതം? ഉമ്മാന്റെ വള്ളേൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന ആ സെക്കൻഡ് മുതൽക്ക് ഇന്ന് വൈകുന്നേരം സമയത്തിൽ ഇതാ സെക്കൻഡിലൂടെ വന്നിരിക്കുന്ന ഈ അവസാന നിമിഷം നമുക്ക് അടുത്ത നിമിഷം ഉണ്ടോ എനിക്കും എന്നൊക്കെ അറിയില്ല. ഈ സെക്കൻഡ് വരെയുള്ള ഭൂമിയിലെ കാലയളവല്ലേ നമ്മൾ ഓരോരുത്തരും ജീവിതം. ഈ ജീവിതത്തെ പ്രതിസന്ധിപ്പെടുത്തും വിധം, ഈ ജീവിതത്തെ ഭീഷണിപ്പെടുത്തും വിധം
ഭൂമിയിലെ മനുഷ്യന്മാരുടെ ജീവിതത്തെ പ്രതിസന്ധിപ്പെടുത്തും വിധം, ജീവിതത്തെ ഭീഷണിപ്പെടുത്തും വിധം മാറാത്ത ദീർഘകാല നിത്യരോഗങ്ങൾ ആധിപത്യം സ്ഥാപിച്ചു പോയാൽ, ആ മനുഷ്യനും അയാളുടെ കുടുംബത്തിന്റെ മുകളിലും ആധിപത്യം സ്ഥാപിച്ചു പോയാൽ, ആ രോഗം മൂലം ഉണ്ടാവാൻ സാധ്യതയുള്ള ശാരീരിക, മാനസിക, സാമൂഹ്യ, സാമ്പത്തിക, ആത്മീയ, ദൈനംദിന, കുടുംബ ജീവിതപരമായ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, നിത്യനരകയാതനകൾ ആ മനുഷ്യനും അയാളുടെ കുടുംബവും അനുഭവിക്കാൻ സാധ്യതയുണ്ടോ, അതൊക്കെ നേരത്തെ കണ്ടുപിടിക്കാൻ, ആ കണ്ടുപിടിച്ചിട്ടുള്ള സകലവിധ നിത്യനരക ബുദ്ധിമുട്ട് യാതനകൾക്കും എവിടുന്ന് കിട്ടും ചികിത്സ, എവിടുന്ന് കിട്ടും പരിചരണം, ആരോട് കിട്ടും സഹായം, ആര് കൈത്താങ്ങും എന്ന് അന്വേഷിച്ച് തേടി കണ്ടുപിടിച്ച് അയാൾ കിടക്കുന്നിടത്ത്, അയാൾ വസിക്കുന്നിടത്ത് എത്തിച്ചു കൊടുക്കുന്ന, നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന, ഒരിക്കലും നിർത്താത്ത, നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ആ പരിചരണ സംവിധാനത്തിന്റെ, ആ പരിചരണ സയൻസിന്റെ, ആ പരിചരണ സംസ്കാരത്തിന്റെ, ആ നാട്ടുകാരുടെ ഇടപെടലോട് കൂടി നടക്കുന്ന ആ പബ്ലിക് പൊതുജനത്തിന്റെ ഇടപെടലോട് കൂടി മാത്രം നടക്കുന്ന ആ പരിചരണ പരിപാടിയുടെ പേരാണ് വളാഞ്ചേരി പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ മുകളിലേക്ക് വെച്ചത് പാലിയേറ്റീവ് കെയർ. അതാണ് കേരളത്തിലെ മുഴുവൻ പാലിയേറ്റീവ്. പാലിയേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് മോഡേൺ മെഡിസിന്റെ അതിപ്രധാനമായ ഒരു ശാസ്ത്രശാഖയാണ്. പാലിയേറ്റീവ് കെയറിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് WHO പാലിയേറ്റീവ് കെയർ ഡെഫിനേഷൻ നെറ്റിലടിച്ചാൽ അങ്ങോട്ട് ഇറങ്ങി വരും. ഞാനിപ്പോ പറഞ്ഞതിന്റെ കുറച്ചുകൂടി വലിയ ഇംഗ്ലീഷിലുള്ള ഒരു പ്രബന്ധം ഞാൻ അതിന്റെ ഭാഷയിൽ ചുരുക്കി മലയാളത്തിലാക്കി നിങ്ങളോട് പറഞ്ഞു. സർജറി പോലെ, ENT പോലെ, ഗാസ്ട്രോഎൻട്രോളജി പോലെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രശാഖയാണ് മോഡേൺ മെഡിസിൻ, പാലിയേറ്റീവ് മെഡിസിൻ. ആ സയൻസ് കേരളത്തിൽ കൈകാര്യം ചെയ്യുന്നത് പൊതുജനമടക്കമുള്ള നിരവധി നാട്ടുകാരാണ്. കേരളത്തിൽ മാത്രമേ ഈ ജനകീയ ഇടപെടലോടുകൂടിയുള്ള പാലിയേറ്റീവ് കെയർ ഇന്ന് ലോകത്തിൽ നടക്കുന്നുള്ളൂ. രണ്ട് ചോദ്യം, അതോടുകൂടി ക്ലാസ്സാണ്. ഒന്നാമത്തെ ചോദ്യം, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇതുവരെ ആ വണ്ടിയിൽ പോട്ടെ, എത്ര പേർ ആ പാലിയേറ്റീവ് കെയറിന്റെ വണ്ടിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വട്ടമെങ്കിലും ഹോം കെയർ പോകാൻ ഒരു അവസരം കിട്ടിയവരുണ്ട്? ഒന്ന് കൈ വന്നിട്ട് എല്ലാവരും അങ്ങോട്ടും കൊടുത്തു കൈ വന്നിച്ചാണ്. വളരെ നല്ല കാര്യം. ഈ ക്ലാസ്സിൽ ഇരിക്കുന്നതിൽ ഒരു 20% ആൾക്കാർ ഒരു വട്ടെങ്കിലും ഹോം കെയർ പോകാൻ അവസരം കിട്ടിയതാണ്. വളരെ നല്ല കാര്യം. ഈ കിട്ടിയവരോടുള്ള ചോദ്യം, ഒരു വട്ടം ഹോം കെയർ പോയിട്ടേ നമുക്ക് ഓർമ്മ ഉണ്ടാവും, ആദ്യത്തെ വട്ടം ഹോം കെയർ പോയിട്ട് വൈകുന്നേരം ആ വണ്ടിയിൽ നിന്ന്, വളാഞ്ചേരിയാണോ പോയത് എവിടെയാണോ എനിക്കറിയില്ല, എവിടെയായിരുന്നു വൈകുന്നേരം വണ്ടിയിൽ നിന്ന് താഴെ കാല് വെക്കുന്നതിനിടയിൽ ഒരു 5-6 പേര് കയറാനുള്ള ചാൻസ് കിട്ടിയിട്ടു. വൈകുന്നേരം വണ്ടിയിൽ നിന്ന് കാല് താഴെ വെക്കുമ്പോൾ തീരുമാനം കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലുള്ള സമാധാനവും സ്വസ്ഥതയും സന്തോഷവും, സത്യം പറഞ്ഞാൽ സ്വർഗമേതാണ് നരകമേതാണ്. ഈ പോയ ആൾക്കാർക്കൊക്കെ ഏതാണ്ട് ആദ്യത്തെ യാത്രയിൽ തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് തീരുമാനമായി ഉണ്ടാവില്ലോ. അത് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഒരൊറ്റ വട്ടം, ഒരേ ഒരു വട്ടം ആ വണ്ടിയിൽ രാവിലെ നമുക്ക് വൈകുന്നേരം വരെ യാത്ര നടത്തി എന്നുള്ളത് പരമാർത്ഥമാണെങ്കിൽ വൈകുന്നേരം വണ്ടിയിൽ നിന്ന് താഴെ കാലെടുത്തുമ്പോൾ തീരുമാനമാവും എന്താ ഈ ഭൂമി ദുനിയാവിലെ സ്വർഗം, എന്താ ഈ ഭൂമി ദുനിയാവിലെ നരകം. രണ്ടും ഏതാണെന്ന് തീരുമാനമായി കിട്ടും. ഒരു യാത്ര ഉണ്ട്, രണ്ടാം യാത്ര പോകാൻ ഞാൻ പറയും. ഞാൻ എന്റെ രണ്ടാമത്തെ ചോദിക്കാം. ഇപ്പോഴത്തെ ഈ പാലിയേറ്റീവ് കെയർ വണ്ടി ഉണ്ടല്ലോ, നമ്മളെല്ലാവരും ആരോഗ്യ മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാരാണ്, ആരോഗ്യമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിലാണ് ചോദ്യം ചോദിക്കുന്നത്. ഇപ്പോഴത്തെ ഈ പാലിയേറ്റീവ് കെയർ വണ്ടി ഉണ്ടല്ലോ, തലങ്ങല ഓടുന്ന വണ്ടി, ഈ വണ്ടി നിങ്ങളെ പെരമുറ്റത്തേക്ക് കയറി വരേണ്ടി വരൂല നിങ്ങൾക്ക് ആർക്കൊക്കെ ഉറപ്പുണ്ട്? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇന്റെ പെരമുറ്റത്തേക്ക് വണ്ടി വേണ്ടി വരൂല എന്ന് പറഞ്ഞ് കൈ ഒതുക്കാൻ ധൈര്യം ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഉറപ്പുണ്ടോ? കാരണം നിങ്ങൾ വീട്ടിലേക്ക് വണ്ടി വേണ്ടി വരില്ല, നിങ്ങൾക്ക് ധൈര്യമുണ്ട്? നിങ്ങളിന്റെ പ്രസിഡന്റ് അല്ലേ, അല്ലെ സെക്രട്ടറി അല്ലേ, നിങ്ങളെ പേരിലൊക്കെ വണ്ടിയല്ലേ വരിക, ക്ലിനിക്ക് മൊത്തം നിങ്ങൾ കൊണ്ടേ കിടക്കും. പിന്നെ സാലിയൊക്കെ വിചാരിക്കുന്നത് തിരക്ക് വരുന്ന ഇവിടെ തന്നെ കിടക്കുക, കുറെ കൂടി സൗകര്യവും വെച്ചോന്ന് നല്ല ഇടയാണ്. പക്ഷെ നിങ്ങൾ ഒരാളെ കിടത്താനേ നമുക്ക് കയ്യിൽ സ്ഥലമുള്ളൂ, 300 ആൾ വന്നാൽ കിടത്താൻ പറ്റൂല. വീട്ടിലേക്ക് പാലിയേറ്റീവ് കെയർ വേണ്ടി വരില്ല തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? വെറുതെ പറയാ മനുഷ്യ. പാലിയേറ്റീവ് കെയർ ഇന്നത്തെ മാറാത്ത ദീർഘകാല നിത്യരോഗികൾക്കാക്കളുടെ ഞാനൊരു സ്നേഹക്കണക്ക് പറഞ്ഞതാ. 600 മുതൽ 1200 വരെ ആൾക്കാർ ഓരോ 25,000 ജനസംഖ്യയിലും പാലിയേറ്റീവ് കെയർ അവകാശികളുണ്ട്. പാലിയേറ്റീവ് കെയർ പരിചരണം ആവശ്യപ്പെട്ട അവകാശികളായ മനുഷ്യന്മാരുണ്ട്. അതിൽ 100 മുതൽ 300 വരെ ആൾക്കാർ വീട്ടിൽ കിടപ്പിലുമാണ്.
അത് ആ ഒരു ലിസ്റ്റ് ആയിട്ട് ഒരു കണക്കിന് ഒരു സ്നേഹത്തിന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ പരിപാടി എന്തായാലും അടിയിലേക്കുള്ള പണിയാണ്, സ്വന്തം പുരയിലേക്കുള്ള പണിയാണ്. ബാക്കിയുള്ളത് വെറുതെ പറഞ്ഞതാണ്. മരിച്ചു പോകുന്നതിൽ 85% ആൾക്കാരും കേരളത്തിൽ ഇന്ത്യയിലും മരിച്ചു പോകുന്നതിൽ 85% മനുഷ്യന്മാരും 85% പീപ്പിൾ 85% മനുഷ്യന്മാരും 2 ദിവസമെങ്കിലും കിടപ്പിലായിട്ട് മരിച്ചു പോകുള്ളൂ. 15% അൺഎക്സ്പെക്ടഡ് ഇമ്മീഡിയറ്റ് ഡെത്ത്. ഇതിന്റെ കണക്കല്ല, WHO കേരളത്തിൽ ഇന്ത്യയിൽ കണക്കാണ്. എന്തിനാ ഏർപ്പാട്? ആവുന്ന കാലത്ത് വാഴുന്നിടം പോലെ. ഏതാ ആവുന്ന കാലത്ത് വാഴുന്നിടം? ആവുന്ന കാലത്ത് ജീവിക്കുന്ന ഇടം ഏതാ? നമുക്ക് നല്ല ഇടം ഏതാ? ഇടല്ലേ? ഇംഗ്ലണ്ടും ദുബായും പിന്നെ എന്താ പറയാ ന്യൂസിലാൻഡും ഒക്കെ നല്ല ഇടാന്ന് വിചാരിച്ചിട്ട് ഇപ്പം ജീവിക്കണ്ടട്ടാ. ഏറ്റവും നല്ല ഇടം സ്വന്തം വീട് തന്നെയാ. ജനറേഷൻ ഗ്യാപ്പുള്ള വാപ്പയും ഉമ്മയും ഒക്കെ അവിടെ ഉണ്ടാവും, ഒന്നും പ്രശ്നമാക്കണ്ട അല്ലേ? വാപ്പാരന്മാരും ഒക്കെ ജനറേഷൻ ഗ്യാപ്പൊക്കെ ഉണ്ടാവും നമ്മളോട്, അതൊന്നും കണക്കാക്കണ്ട. ഏറ്റവും നല്ല ഇടം സ്വന്തം പോലെ തന്നെയാ. ആവുന്ന കാലത്ത് വാഴുന്നിടം പോലെ ആവാത്ത കാലത്തും വാഴാൻ പറ്റുന്നിടം ആവണം നമ്മുടെ നാട്ടിലെ മുഴുവനും വീടുകൾ. അതിനു വേണ്ടി പണിയെടുക്കാനാണ് പാലിയേറ്റീവ് കേരളത്തിൽ തുടങ്ങിയത്. ഇത് നരകത്തിൽ കൈത്താങ്ങുന്ന പരിചരണ പരിപാടി. അപ്പൊ എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ്, നിങ്ങളെ ഇവിടെയുള്ള ജീവനക്കാർ, ജോലിക്കാർ, വിദ്യാർത്ഥികൾ, ഇതിന്റെ തൊട്ടടുത്ത് ഒരു വലിയ പാലിയേറ്റീവ് കെയർ സംരംഭമുണ്ട്. ഈ മുനിസിപ്പാലിറ്റിയിലെ കിടന്നുപോയ മനുഷ്യന്റെ കൂടെ നിൽക്കുന്ന കഴിഞ്ഞ 15 വർഷം 15 വർഷമായി നമ്മൾ എത്തിയിട്ട് 15 വർഷത്തോളം കാലമായി നമ്മൾ ഓടിയെത്തി തുടങ്ങിയിട്ടില്ലേ? 19 വർഷം 19 വർഷമായി ഞാൻ തെറ്റിപ്പോയതാ. 19 വർഷമായി പരിചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെയുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റ്. ഈ പാലിയേറ്റീവ് കെയർ പരിപാടിയെ വളരെ വലിയ രീതിയിലാണ് കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഈ ആശുപത്രിയും ഇതിന്റെ പ്രവർത്തകരും ഇതിന്റെ മാനേജ്മെന്റും ഇതിന്റെ സ്റ്റാഫും ഇതിന്റെ ഉടമസ്ഥരും ഇവിടെയുള്ള ജോലിക്കാരും ജീവനക്കാരും വിദ്യാർത്ഥികളും ഒക്കെ കൈത്താങ്ങി നിന്ന് അതേ ശക്തിയിലും അതേ ഊർജത്തിലും അതിന്റെ കൂടെ നിൽക്കണം. ആശുപത്രിയിൽ കിടക്കുന്ന മനുഷ്യനും വീട്ടിൽ കിടക്കുന്ന മനുഷ്യനും രണ്ടും രണ്ടവസ്ഥയാണ്. വീട്ടിൽ പോയാൽ ഒരു മനുഷ്യന്റെ നേർചിത്രം എന്താണെന്ന് അറിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൂടെ നിൽക്കണമെന്ന് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഹോം കെയറിൽ പോകണം. എത്ര കാലമാണോ വളാഞ്ചേരിയിൽ ജീവിക്കുന്നത് അത്രയും കാലം ഈ നാട്ടിലെ ഏറ്റവും ദുരിതമുള്ള മനുഷ്യന്റെ കൂടെ നിൽക്കാനുള്ള ഒരു കൈത്താങ്ങും മനസ്സും ആരോഗ്യവും ക്ഷമയും അളവറ്റ സ്നേഹവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് തന്ന സമയത്തിൽ 28 മിനിറ്റ് അധികം ഞാൻ സംസാരിക്കേണ്ടി വന്നു, ക്ഷമിക്കണം. ആശുപത്രിയിലുള്ള ആരോഗ്യ മേഖലയിൽ ബന്ധപ്പെട്ട ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ സമയം അധികം ചോദിച്ച് സംസാരിച്ചത്. നിങ്ങളിലൊരു പാലിയേറ്റീവ് കെയറിന്റെ ഒരു വളരെ വലിയ അളവിലുള്ള സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വരാനും, 2ാമത്തെ വട്ടമാണ് ഇവിടെ വന്ന് സംസാരിക്കാൻ അവസരം കിട്ടുന്നത്. അതിനിവിടെ വരാനും ഇവിടെ എല്ലാവരെയും കാണാനും കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനും കഴിഞ്ഞാൽ ഒരുപാട് സ്നേഹമുണ്ട്. ഞാൻ ഡോക്ടറല്ല, ഞാൻ നേഴ്സും അല്ല, ഞാൻ ആരോഗ്യ മേഖലയിലെ ഒരു വിദ്യാഭ്യാസവും കഴിഞ്ഞിട്ടില്ല. ഞാൻ പഠിച്ചത് മലയാളമാണ്. എൻ്റെ PG കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മലയാളമാണ്. ഇതായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. 1994 പാലിയേറ്റീവ് എത്തിപ്പെട്ട അന്ന് മുതലാണ് മനുഷ്യനും ദേഹവും കഷ്ടപ്പാടും നരകവും ഒക്കെ പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ സംസാരിച്ചുകൊണ്ടെങ്കിൽ 25 കൊല്ലത്തെ മനുഷ്യന്മാരുടെ ദുരന്ത അനുഭവങ്ങൾ പങ്കുവച്ചതാണ്. അതിൻ്റെ കൂടെ നിൽക്കാനും അത് മനസ്സിലാക്കാനും കേട്ടിരിക്കാനും തയ്യാറായ നമുക്ക് ഒരുപാട് സ്നേഹം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ടീം ഉണ്ടായിരുന്നു പാലിയേറ്റീവ്. ഇപ്പോഴും ഉണ്ട്, നിലക്കുണ്ട്. സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് പാലിയേറ്റീവ് പ്രവർത്തനം നമ്മുടെ വളാഞ്ചേരി ക്ലിനിക്കായിട്ട് യൂണിറ്റിൽ നടന്നു പോയിരുന്നത്. അപ്പോൾ അതിൽ പലരും ഇവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞു, ജോലി കഴിഞ്ഞു, പല പരിപാടികളായിട്ട് മുന്നോട്ട് യാത്ര പോകുക. അപ്പോൾ ആ ടീം അതേപോലെ തന്നെ എല്ലാ വർഷവും ഇവിടെ നിലനിൽക്കണം. അപ്പോൾ പുതിയ ആളുകൾ സംഘത്തോടൊപ്പം നിന്നിട്ട് ഇവിടെ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു ടീം റെഗുലറായിട്ടുണ്ടാവും. നിങ്ങളുടെ പുതിയ ഇന്ന് ഇതേവരെ ഹോം കെയർ പോകാത്തതും ഇന്ന് ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ വരുന്നതും ഒക്കെ ആയിട്ടുള്ള 5, 8, 10 ആളുകളില്ലേ, എത്ര വെച്ചാൽ ആളുകൾ പഴയ സംഘത്തിനോടൊപ്പം ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ഈ ടീം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു താല്പര്യം ഉണ്ടാവുന്ന അതിന് പറ്റുന്ന ഒരു സംഘാടന സംവിധാനങ്ങൾ ഒരുക്കണം. അതിലേക്ക് പങ്കെടുക്കാനുള്ള മനസ്സുണ്ടാവണം.
രാത്രി കാലങ്ങളിലുള്ള ചില ബുദ്ധിമുട്ടുകളിലും ക്ലിനിക്കിന്റെ ചില സമയത്ത് വാഹനം ഓടിക്കാൻ ആളില്ലാത്ത കാര്യങ്ങളിലും ചില സമയത്ത് രാത്രി പേഷ്യന്റ് ഡെത്ത് ആവുന്ന സമയത്ത് ഡെത്ത് കൺഫേം ചെയ്യാൻ പോകാനുള്ള നഴ്സിംഗ് സഹായമായിരിക്കും. അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള ആശുപത്രിയുടെ സഹായങ്ങൾ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിന് ആവശ്യമുണ്ട്. അത് ഫാർമസിസ്റ്റുമാരുടെ ഭാഗത്താണെങ്കിലും എന്താ പറയുക ലാബ് ടെക്നീഷ്യന്മാരുടെ ഭാഗത്താണെങ്കിലും നഴ്സിന്റെ ഭാഗത്താണെങ്കിലും ഇവിടെ ഉള്ള ഏത് തരം ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്താണെങ്കിലും അവരൊക്കെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ വേണം. എങ്കിലേ ഈ പരിചരണ പരിപാടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല പാലിയേറ്റീവ് കെയർ ആയിട്ട് യോജിച്ച് നിൽക്കുന്ന ഒരു ആശുപത്രിയാണത്. എൻ്റെ അറിവിൽ ഞാൻ ഇവിടെ ഉള്ള 116 പാലിയേറ്റീവ് കെയറിനുണ്ട്. ഒരുവിധ പാലിയേറ്റീവ് കെയറിനുകളൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ട് ഇത്ര വലിയ അറ്റാച്ച്മെന്റ് ഉണ്ട് എവിടെയും. അപ്പോൾ അത് ഇവിടുത്തെ ഒരു മാനേജ്മെന്റും അപ്പോൾ പേഷ്യന്റ് ഡെത്ത് ആകുമ്പോൾ പല കാര്യങ്ങളിലും കൈവിട്ടുള്ള സഹായങ്ങൾ മനുഷ്യരെ മനുഷ്യൻ ചെയ്തു കൊടുക്കേണ്ട സഹായങ്ങൾ ഈ ആശുപത്രിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അത് ഇവിടുത്തെ ഉടമസ്ഥരും മാനേജ്മെന്റും നടത്തിപ്പുകാരും ഇവിടെ ഉള്ള സ്റ്റാഫും ഇവിടെ ഉള്ള ആളുകളുടെയും ഭാഗത്ത് നിന്നുള്ളതാണ്. അത് തുടർന്ന് പോകണമെങ്കിൽ നമ്മളുമായി ഒരു സ്ഥിരമായിട്ടുള്ള ലിങ്ക് വേണം. നിങ്ങളെടുത്ത് ഒരു സംഘം സ്ഥിരമായിട്ട് പാലിയേറ്റീവ് കെയർക്ക് ഒരു ടീം ഇതിനുള്ളിൽ ഉണ്ടാവണം. അത് അതിൻ്റെ ഒരു ടീം പഴയ ടീം പുതുക്കിയെടുക്കലും ഉണ്ടാക്കലും ഒക്കെ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞതാണ്. മൈക്ക് വാങ്ങിയിട്ട് ആരാ എന്താ നമുക്കൊരു തീരുമാനം. ആരാണ് ഇതിന്റെ നിലവിലുള്ള സാറിന്റെ എന്താണ് മഹത്വചനങ്ങൾ സൂപ്പർ അടിപൊളി നല്ല ക്ലാസ്സായിരുന്നു. ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള മഹത്വചനങ്ങളും വാക്കുകളും നമ്മൾ ഓരോ ഭാവിയിൽ നമ്മളെല്ലാവരും ഒരു പാലിയേറ്റീവ് പ്രവർത്തനമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സാലിയക്കണി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആശംസകളും രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യണം. സാലിയക്കണി പാലിയേറ്റീവിൽ ആശംസയുമില്ല, നന്ദിയില്ല, സ്വാഗതവുമില്ല, അധ്യക്ഷനുമില്ല. നമുക്ക് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ പരിപാടി. നേരത്തെ പ്രവീൺ പറഞ്ഞ പോലെ ഇവിടുത്തെ ഫാർമസിസ്റ്റ് ഡ്രൈവറായി പോരാറുണ്ട്, ജനറൽ മാനേജർ വളണ്ടിയറായി പോകാറുണ്ട്. എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന PRO അനില് ഞങ്ങളുടെ ഭാഗമായി നിൽക്കുകയാണ്. മലപ്പുറം ജില്ലക്കകത്തുള്ള ഏകദേശം 100ഓളം വരുന്ന ക്ലിനിക്കുകൾ ലോകത്തിന് തന്നെ മാതൃകയായി പോകുമ്പോൾ തീർച്ചയായും ഒരു ഹോസ്പിറ്റലിന്റെ സംവിധാനം പരിപൂർണമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞ 4 വർഷക്കാലമായി വളാഞ്ചേരി പാലിക്കുന്ന കാര്യമുണ്ട്. പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ അതുപോലെ തന്നെ ഒരു ഡെത്ത് കൺഫേം ആണെങ്കിൽ ഇന്നും 15 മണിക്കൂർ വെച്ച് ഒരു രോഗിയുടെ കുത്തിയെടുക്കാതെ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് വൈദ്യ ഡോക്ടറുകളല്ല. അപ്പൊ എല്ലാ വിധത്തിലും സാമ്പത്തിക മാത്രമല്ല ശാരീരികമായി മാനസികമായി എല്ലാ രീതിയിലും വളാഞ്ചേരി പാലിയേറ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പറ്റം ആളുകളാണ്, മനുഷ്യ സ്നേഹികളാണ്, മനസ്സിനെ പാകപ്പെടുത്തിയവരാണ്. കഴിഞ്ഞ് ഇവിടുന്ന് കുറെ പഠനം കഴിഞ്ഞു പോയവരുണ്ട് ഈ പാലിയേറ്റീവ് ബന്ധപ്പെട്ട്. അവരൊക്കെ അതിനെ ഇപ്പൊ പറയുന്നവരെല്ലാം നിങ്ങളെ എല്ലാ സേവനങ്ങളും വളാഞ്ചേരി പാലിയേറ്റീവ് കിട്ടിക്കൊള്ളാം. നിങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ട്രെയിനീസ് ആയിക്കൊണ്ടും പഠിക്കാനും ജോലി ചെയ്യാനും വേണ്ടി വന്നവരാണ്. നിങ്ങളുടെ പ്രദേശത്ത് പോയി നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു രോഗിയുടെ അടുത്ത് പോയി കുറച്ചു നേരം ഇരുന്ന് അവരുടെ കൈ പിടിച്ച് കാല് പിടിച്ച് അല്ലെങ്കിൽ സ്വാതന്ത്ര്യപ്പെടുത്തി അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് പാലിയേറ്റീവ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ വലിയ കൂട്ടായ്മയും സൗഹൃദവും പങ്കുവെക്കലും തന്നെയാണ് ലോകത്തിന് മാതൃകയായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ പാലിയേറ്റീവ് പ്രസ്ഥാനം മാറുന്നത്. അവരോട് സൂചിപ്പിച്ചല്ലോ, ആരുടെ വീട്ടിലേക്കും ഇത് വരേണ്ടതില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. നാളെ എന്റെ വീട്ടിലേക്കാവാം, നിങ്ങളുടെ വീട്ടിലേക്കാവാം. തീർച്ചയായും ഞാൻ എങ്ങനെ പറഞ്ഞത് ഞാൻ വരില്ല എന്റെ വീട്ടിൽ വരുന്നത് ഞാൻ ഇവിടെ തന്നെ പലപ്പോഴും അവരോട് ഞാൻ പാലിയേറ്റീവ് കിടക്കൂ എന്ന് പറഞ്ഞത് എന്റെ ആത്മവിശ്വാസം കൊണ്ടാണ്. കാരണം ഒരു പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെക്കാളും വലിയ സേവനങ്ങൾ പാലിയേറ്റീവ് കെയറിനകത്ത് പലപ്പോഴും കിട്ടാറുണ്ട് ഉത്തമ ബോധ്യം കൊണ്ടാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. നമ്മൾ പറയുന്നത് ഒരു ചെറിയ രക്തപരിശോധനയിലൂടെ, ഒരു എക്സ്റേയിലൂടെ, ഒരു MRIയിലൂടെ, ഒരു CT സ്കാനിലൂടെ നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു മാരകമായ അസുഖം നമ്മളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി നമ്മൾ ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ ഒരു ഓങ്കോളജിസ്റ്റിനെ കാണുമെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് നെഞ്ഞത്ത് കൈവച്ചു പോകും. നമ്മളുടെ കുടുംബം, നമ്മളുടെ കുട്ടികൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മളുടെ സ്വത്ത്, നമ്മളുടെ കെട്ടിടം, നമ്മളുടെ കാറ് അല്ലെ, നമ്മുടെ വാഹനങ്ങളൊക്കെ തന്നെ ഇനി എനിക്ക് അന്യമാവുമല്ലോ എന്ന് രീതി ഓരോരുത്തരും അങ്ങനത്തെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരവരുടെ സാമ്പത്തിക മാനദണ്ഡം വെച്ചുകൊണ്ട് ഒന്നുകിൽ കോഴിക്കോട്, തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിലേക്ക്, ജൂബിലിയിലേക്കോ, അമലയിലേക്കോ, അല്ലെങ്കിൽ RCCയിലേക്കോ, അല്ലെങ്കിൽ MBR ക്യാൻസർ സെന്ററിലേക്കോ, കുറച്ചുകൂടി സാമ്പത്തികങ്ങളാണെങ്കിൽ എയിംസിലേക്കോ, അല്ലെങ്കിൽ പിന്നെ മുംബൈ ടാറ്റയിലൊക്കെ സൗകര്യമായി കൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടി പോകും.
അവിടുത്തെ എല്ലാ ചികിത്സയും കഴിഞ്ഞ് ഒരു ചെറിയ സ്ലിപ്പ് ഡോക്ടർ പറയുകയാണ്, ആധുനിക വൈദ്യശാസ്ത്രത്തിന്മേൽ ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ തൊട്ടടുത്തുള്ള പരീക്ഷയ്ക്ക് പോകൂ എന്ന് പറയുമ്പോൾ ആ തൊട്ടടുത്തുള്ള പരീക്ഷയ്ക്ക് നമ്മളുടെ മനസ്സും ശരീരവും എല്ലാം ശരിയാക്കുന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ദൗത്യം നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. നമ്മുടെ ഈ പാലിയേറ്റീവ് കെയറുമായിട്ടുള്ള കൂടുതൽ സംശയങ്ങളോ ഡിബേറ്റുകളോ എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ സംസാരിക്കാം. എന്തെങ്കിലും പാലിയേറ്റീവ് ഇപ്പൊ പറഞ്ഞ ക്ലാസ്സുകളെ പറ്റിയിട്ടുള്ള ഇവിടെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പാലിയേറ്റീവ് ഇനീഷ്യേറ്റീവ് ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ ഷെയർ ചെയ്യാം. ആൾക്കാർ എന്തെങ്കിലും സംസാരിക്കണം. ആർക്കൊന്നുമില്ല. ഇപ്പോ ഒരു 1.5 മണിക്കൂറോളം പ്രവീൺ സാർ വ്യക്തമായി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ടീമിന്റെ സഹകരണമാണ്. ഇവിടെയുള്ള നമ്മൾ ഓരോരുത്തരുടെയും മനസ്സാന്നിധ്യവും അതേപോലെ നമ്മളെങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുമാണ് ഇവിടെ വേണ്ടത്. അപ്പൊ അതിന് അടുത്ത സെക്ഷൻ ഇവിടുന്ന് ഇവര് വിളിക്കും. ആ സമയത്ത് ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഇതൊരു നിർബന്ധിതമാണ്. പ്രവീൺ സാറ് പറഞ്ഞ പോലെ ഇപ്പൊ ഞാനിങ്ങനെ ഈ നൃത്തന് നിൽക്കുമ്പോ എനിക്കൊരു കുഴപ്പമില്ല, സംശയമൊന്നുമില്ല. ഈ നിൽക്കുന്ന നമ്മൾ തന്നെ ഇപ്പൊ ക്യാൻറ്റീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആയിക്കോട്ടെ ഫുഡ് പോയിസൺ വന്നിട്ട് ഒരു 3 പ്രാവശ്യം ബാത്റൂം പോയി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലേ? എത്ര ഉള്ളു, എത്ര തടിയുള്ള, എത്ര ആരോഗ്യമുള്ള, എത്ര പ്രയാസമുള്ള അത്ര ഉള്ളൂ നമ്മള് ഒരു കവിതയിൽ എവിടെയോ കേട്ടിട്ടുണ്ട്, നമ്മള് ഈ ഒരു ഭാണ്ഡം, അതായത് വേസ്റ്റിന്റെ ഒരു ഭാണ്ഡം ഏറ്റു നടക്കുന്ന ഒരു അത്ര ഉള്ളൂ നമ്മൾ. അല്ലാതെ അഹങ്കരിക്കേണ്ട നമ്മളോട് എന്നുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വിധി കൊണ്ടോ അല്ലെങ്കിൽ അത് ദൈവത്തിന്റെ ഒരു പരീക്ഷണം കൊണ്ടോ ഞാൻ പറഞ്ഞു ഒരു മുറിക്കുള്ളിൽ അകപ്പെട്ടു പോയ മനുഷ്യന്മാർക്ക് സാന്ത്വനേക്കാന്നുള്ളത് നല്ല മനസ്സിന്റെ ശോഷിച്ച മനസ്സുകളുണ്ട്, വലിയ മനസ്സുകളുണ്ട്. വലിയ മനസ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ വലിയ സ്വപ്നം കാണാൻ പറഞ്ഞത് പിന്നെ APJ അബ്ദുൽ കലാം സാറാണ്. അദ്ദേഹം വലിയ സ്വപ്നം കാണാൻ പറഞ്ഞത് വലിയ കോടീശ്വരും മണിമാളികളും വലിയ വലിയ സംഭവങ്ങളല്ല, നല്ല മനസ്സുകൊണ്ട് ചിന്തിച്ച് മറ്റുള്ളവർക്ക് എങ്ങനെ നമ്മളെ ഉപകാരപ്പെടുത്താം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ മാതാപിതാക്കൾ തന്നെ ഇപ്പൊ ഞാൻ എന്നുള്ള വ്യക്തി അബ്ദുറഹ്മാൻ എന്നുള്ള ഒരു കുട്ടി എനിക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എന്റെ ഉമ്മയും ഉപ്പയും അവർ കല്യാണം കഴിച്ചിട്ട് എനിക്ക് അവർക്ക് ഇങ്ങനെ ഒരു മകനുണ്ടാവും. ആ മകനെ കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും സാമ്പത്തികമായി ലാഭം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല അവര് കല്യാണം കഴിച്ചതും അവര് സ്നേഹത്തില് അവര് ഒരുമിച്ച് കിടന്നതും അവര് ഒരുമിച്ച് നടന്നതെന്നും അങ്ങനെ ഉണ്ടായിപ്പോയി. ഞാനുണ്ടായത് എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരു നിയോഗങ്ങളുണ്ട്. അപ്പൊ ആ നിയോഗത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല മനുഷ്യന്മാരായിക്കൊണ്ട് നമുക്കൊക്കെയും ബലഹീനതകളുണ്ട്, നമുക്കൊക്കെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മളെക്കാൾ പ്രയാസം അനുഭവിക്കുന്നവരുടെ മുന്നിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ അവസരത്തെ മാക്സിമം എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇതൊരു കൂട്ടായ്മയാണ്. അപ്പൊ ആ കൂട്ടായ്മയെ ബലപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരുടെ സമയം, ആരോഗ്യം എല്ലാം ആവശ്യമുണ്ട്. നാളെ ഇവിടെ എല്ലാം മരിച്ചു കഴിഞ്ഞ് ദൈവം നമ്മളോട് ചോദിക്കുന്ന ആ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടുന്ന യുവത്വത്തെ കുറിച്ചിട്ടാണ്. ആ യുവത്വം നിങ്ങൾ എവിടെ ചെലവഴിച്ചു എന്നുള്ളതാണ്. അത് നമ്മള് യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രികൾ എടുക്കാൻ പോകുന്ന ഓട്ടത്തിന് പോയിരുന്നു, അതല്ലെങ്കിൽ ലഹരിയുടെ പിന്നാലെ പോയിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെലവഴിച്ചു എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്കായിട്ട് ഞാൻ ഇങ്ങനൊരു നന്മ ഇന്ന സമയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു തിന്മ അവിടുന്ന് എടുത്ത് മാറ്റപ്പെടാൻ തക്കം രൂപത്തിലൊരു പ്രതിഫലം ഇവിടുന്ന് കിട്ടും. ഖുർആനിലൊരു വേർഡ് കൂടി ഉണ്ട്, യാ ലൈത്നി കുൻതു തുറബാ. അത് പറഞ്ഞത് വെച്ചാല് മരണാനന്തരം യാതന അനുഭവിച്ച് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച് നരകത്തിന്റെ മുഖാമുഖം കിടന്ന് ഞാനൊന്ന് മണ്ണായി തീർന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു നിമിഷത്തെ കുറിച്ചിട്ടാണ് മനുഷ്യൻ അവിടെ പറയുന്നത്. എങ്ങനെ നമ്മളെല്ലാം മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന ആ നിമിഷത്തില് എല്ലാം അവസാനിച്ചു, ഇനി അവിടുന്ന് ജീവിതമില്ല എന്ന് വിചാരിക്കുന്ന ആ നിമിഷത്തിൽ മനുഷ്യൻ പറയുന്ന ഒരു വേർഡാണിത്, യാ ലൈത്നി കുൻതു തുറാബാന്ന്, ഞാനൊന്ന് മണ്ണായി തീർന്നെങ്കിൽ. അതുപോലെ ഇവിടെ 4 ചുമലുകൾക്കുള്ളിൽ മറ്റുള്ളവരൊന്നും പ്രയാസപ്പെടുത്താതെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഞാനൊന്ന് മണ്ണായി തീർന്നെങ്കിൽ എന്ന് പറയുന്ന മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ഒരു സാന്ത്വനമേകാൻ നമുക്ക് പറ്റുമെങ്കിൽ
അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ പാലിയേറ്റീവ് ടീം, നിയാസ്, അതേപോലെ നവാസ്, അങ്ങനെ ഒരുപാട് പേര് ഇവിടുന്ന് നമ്മളെ ലീഡർഷിപ്പിലുണ്ട്. ഷഫീഖ്, ഇവരൊക്കെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയതല്ല, മാനേജ്മെന്റിന്റെ ഒരു സപ്പോർട്ട് ആയിരുന്നു ഇത്. ഫസ്റ്റ് പാലിയേറ്റീവ് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു, പാലിയേറ്റീവ് എന്താന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പിന്നെയാണ് അറിഞ്ഞത് ഇത് ഭയങ്കരമായിട്ടൊരു നന്മ നിറഞ്ഞ ഒരു വലിയൊരു സംഭവമാണ് എന്നുള്ളത് അറിയാനും ഇതാക്കാനും കഴിഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായത് കൊണ്ടാണ്. എന്തായാലും ഇതിലേക്ക് എല്ലാവരുടെയും ഒന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യാണ്, എല്ലാവരും ഇതിലെന്ത് ചെയ്യണം, ഇതിന് ഭാഗമാവാൻ മാക്സിമം ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ എപ്പോഴാന്ന് വെച്ച് ഞാൻ വീഡിയോസ് പറയും. നിങ്ങളെല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. നവാസ്